മാനിക്കാത്തിടം ചെല്ലരുത്, മാനം വിറ്റ് ഉണ്ണരുത്, മലർന്നു കിടന്നു തുപ്പരുത്, ഇരിക്കും കൊമ്പ് മുറിക്കരുത്. നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ആടിനെ പട്ടിയാക്കുന്ന രീതി കേരളത്തിൽ ഇപ്പോൾ കൂടി വരുന്ന കാലമാണ്. ആരെയും എന്തും പറയാവുന്ന അവസ്ഥയാണ്. ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലും ആർക്കും സമയമില്ല. പ്രത്യേകിച്ച് ഈ യൂട്യൂബ് വന്നപ്പോൾ ഒരു ചാനലിൽ വരും മുമ്പേ ആ വാർത്ത നമ്മുടെ ഇതിൽ വരണമെന്നുള്ള വ്യഗ്രതയിൽ ആരെന്തു പറഞ്ഞാലും അതെടുത്ത് പോസ്റ്റ് ചെയ്യുന്ന ഒരു കാലമാണ്. അതൊക്കെ നടന്നോട്ടെ, വയറ്റുപഴപ്പിൻ്റെ കാര്യമല്ലേ. പക്ഷേ ഒരു മാന്യമായിട്ട് ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളെ കരുതേച്ച് കാണിക്കാൻ, അല്ലെങ്കിൽ ഇല്ലാ വചനങ്ങൾ പറഞ്ഞ് സമൂഹത്തിൽ നിന്ന് മാക്സിമം ഒറ്റപ്പെടുത്താൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്നത് ഹീനമായ കൃത്യമാണ്. ഇപ്പം നമ്മൾ ഞായറാഴ്ച ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ. പുഴു എന്ന് പറഞ്ഞ സിനിമയുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ ഹൈന്ദവ എന്താ പറയുക വരേണ്യവർഗത്തെ കളിയാക്കാൻ വേണ്ടി മനഃപൂർവ്വം സുഡാപ്പികളെ ഉപയോഗിച്ച് സബ്ജക്റ്റ് ഉണ്ടാക്കി സിനിമ ചെയ്തു എന്നുള്ളതാണ്. അത് ആ പ്രൊപ്പഗണ്ട ഉണ്ടാക്കിയതാര്? ഒരു മുസൽമാൻ. ആ പടത്തിൻ്റെ സംവിധായികയുടെ ഭർത്താവ്, മുൻ ഭർത്താവ്. നമുക്ക് ആരെങ്കിലും തോൽപ്പിക്കണമെങ്കിൽ അന്തസ്സായിട്ട് ഫേസ് ടു ഫേസ് വേണം തോൽപ്പിക്കാൻ, അല്ല കള്ളങ്ങൾ പറഞ്ഞ് അതിനുവേണ്ടി ഒരു ചാനലിനെ കൂട്ടുപിടിച്ച്. അപ്പോൾ ആ ചാനലുമായിട്ട് ഒരുപാട് കാലമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് ആ പ്രോഗ്രാം കണ്ടാൽ മനസ്സിലാവുമെന്ന് ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നു, ഞാൻ ഒരു തരത്തിലും നമ്മുടെ ചാനലിൽ ഒരു ചാനലിനെ കുറിച്ചും പ്രത്യേകിച്ചും ഈ മറുനാടനെയൊക്കെ പോലുള്ളവരെ പറ്റി പറയാൻ പാടില്ല, പറയേണ്ട ഒരുപാട് അവസ്ഥകൾ വന്നിട്ട് ഞാൻ പറയാത്ത ഒരാളായിരുന്നു. കാരണം നമുക്കതിൻ്റെ ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ അയാളുടെ ഒന്നും കളിക്കാറായില്ല. മാസം 80 ലക്ഷം രൂപ എന്തോ വരുമാനം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അഹങ്കാരവും ഹൂങ്കും ഒക്കെ ഉള്ള ഒരു മനുഷ്യനോട് നമ്മൾ പാവം അന്നുള്ള അന്നത്തിനുള്ള വഴി തേടുന്ന എന്നെപ്പോലെ ഒരാളിന് പറ്റിയ എതിരാളിയല്ല അയാൾ. മാസം 80 ലക്ഷം രൂപ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ആരായാലും അഹങ്കരിച്ച് പോകുമായിരിക്കും. ഇതൊന്നും കേട്ട് കഴിയുകയാണ് ഞാൻ ഈ പറയണേ. ഇപ്പോൾ ഇനിയിപ്പോൾ 80 ലക്ഷം ഇല്ല, 79 ലക്ഷമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും മറുനാടൻ എന്ന് പറഞ്ഞ ചാനൽ ചില വിഷയങ്ങളിൽ കയറി കൈകാര്യം ചെയ്യുന്ന കാണുമ്പോൾ അതുപോലെ സമ്മർസൾട്ട് അടിക്കാൻ അയാൾക്ക് യാതൊരു മടിയില്ല എന്നുള്ളതാണ്. മമ്മൂട്ടിയെ ഒതുക്കാൻ ആ സംവിധായികയുടെ ഭർത്താവ് ഇറങ്ങി കൂടെ ചെന്നപ്പോൾ അയാളെ പറയാൻ പാടില്ലാത്തതായ 3 മണിക്കൂർ അയാളെ ഇൻ്റർവ്യൂ, ഒന്നും അറിയാത്തുള്ള നിസ്സംഗനായിരുന്ന് ഇൻ്റർവ്യൂ എടുത്തിട്ട് അതിനെ എന്താ പറയുക അന്തരീക്ഷത്തിൽ ഇളക്കി വിട്ടിട്ട് അതിൻ്റെ അലയൊലികൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കുകയും ഹൈന്ദവ തീവ്ര സംഘടനകൾ അത് ഏറ്റെടുക്കുകയും മമ്മൂട്ടി പണ്ടേ അങ്ങനെ തന്നെയാണ്, അയാളൊരു വർഗീയവാദി തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഇഷ്യൂ എല്ലാം ഉണ്ടായി ഭയങ്കര പ്രശ്നമായപ്പോൾ ഇദ്ദേഹം തന്നെ, ഈ മറുനാടൻ സാജൻ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്, എനിക്ക് മാത്രമല്ല മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് മമ്മൂട്ടി, അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് അയാളെ ഒരു സുഡാപ്പിയാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മടിയും ഇല്ലാതെ അടിച്ചു വിട്ടിരിക്കുന്നു. അടിച്ചു കുരയ്ക്കും വാലാട്ടിയും ഒന്നിച്ച് ചെയ്യരുത്. ഞാൻ ചെയ്യാറില്ല. ഞാൻ ഒന്നിൽ കുരയ്ക്കും, ഇല്ലെങ്കിൽ വാലാട്ടും. കുരയ്ക്കും വാലാട്ടി ചെയ്യുന്നത് ആണുങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്ന് മാത്രമേ എനിക്ക് മറുനാടൻ സാജനോട് പറയാനുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, മിസ്റ്റർ സാജൻ, നിങ്ങൾ എനിക്ക് പറ്റിയൊരു എതിരാളിയല്ല. കാരണം നിങ്ങൾ കോടീശ്വരനാണിപ്പോൾ. ഏത് വളഞ്ഞ വഴിയിലായാലും നേരായ വഴിയിലായാലും നിങ്ങൾ കോടികൾ ഉണ്ടാക്കിയവനാണ്. നിങ്ങൾക്ക് കേന്ദ്രവുമായിട്ടൊക്കെ നല്ല പിടിപാടുള്ളവനാണ്. അവിടുന്ന് ഞാൻ അറിഞ്ഞത് കേരളത്തിലെ കേന്ദ്ര പാർട്ടിയുടെ കേരള ഘടകം അറിയാതെ തന്നെ നിങ്ങൾക്ക് മാസം ഭീമമായ തുക അവിടുന്ന് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ചാനലുകാരെനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ എന്തുകൊണ്ടും നിങ്ങൾക്കിപ്പോൾ സുപ്രീം കോടതിയിൽ വരെ യൂസഫ് അലിക്ക് വേണ്ടി സാറിനെ എതിരെ നിങ്ങൾ കേസിന് പോയിരിക്കുകയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാശുണ്ട്. നിങ്ങൾ 80 ലക്ഷം രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ ആലോചിക്കുക. ഒരു 80 ലക്ഷം രൂപ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചാനലിലെ അവസാനിപ്പിച്ചേനെ. ഒന്നുമില്ലെങ്കിലും 80 മാസം സുഖമായിട്ട് കഴിയാമല്ലോ. അപ്പോഴത്തേക്ക് നമ്മൾ കട്ടയും പടവും മടക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്രയും കാശൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയൊരു എതിരാളിയല്ല. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാനിപ്പോൾ പറയാൻ വന്നത്,
ഒരു നാൾ കള്ളൻ അല്ല എന്താ പല നാൾ കള്ളൻ ഒരു നാൾ വീഴുന്നു എന്താ പറയുന്നത് പോലെ എനിക്ക് ഒന്ന് രണ്ട് ഓഡിയോ ക്ലിപ്പിങ്സ് ചിലർ അയച്ചു തന്നു. അതിലാദ്യത്തെ ഓഡിയോ ക്ലിപ്പിങ്സ് നിങ്ങളൊന്ന് കേൾക്കൂ. ഇതാരാണ് സംസാരിക്കുന്നതെന്നുള്ള സന്ദേഹമൊന്നും വേണ്ട. ഈ രഥീന എന്ന് പറഞ്ഞ പുഴുവിൻ്റെ സംവിധായികയുടെ ഭർത്താവ് ഷർസാദ് ബിനിയാണ്ടി മുനിയാണ്ടി എന്തോ പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അയാൾ അയച്ച ശബ്ദ സന്ദേശമാണ്. എനിക്ക് തോന്നുന്നു മറുവശത്തു നിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. എനിക്ക് തോന്നുന്നു വോയിസ് മെസ്സേജ് അയച്ചതാണെന്ന് തോന്നുന്നു. ആ വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത് മമ്മൂട്ടിക്കാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് 2 വർഷം മുമ്പ് പുഴു റിലീസിന് മുമ്പാണ് അയച്ചത്. അതിൻ്റെ ആ വോയിസ് ക്ലിപ്പിങ്സ് നിങ്ങളത് കേട്ടു നോക്കൂ. നിങ്ങളെ പഠിപ്പിക്കാൻ ഞാനാരാണ്? ഞാൻ എൻ്റെ പോസ്റ്റാണിത്. ഒരു കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അയച്ചാണ്, ഒരു സന്തോഷത്തിന്. ഒക്കെ വരും നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ സ്ക്രിപ്റ്റോട് കൂടിയിട്ട് വരുമ്പോൾ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഇന്റൻഷൻ ഇനി നിങ്ങളും റത്തീനിയും ഒന്നുമല്ല. എൻ്റെ ഇന്റൻഷൻ സിനിമ നിർത്താന്നല്ല. അതിനുള്ള പണി ഞാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് അത് നിർത്താനും എന്നെ കൊണ്ട് കഴിയും. അത്രയേ ഉള്ളൂ. അത് നിങ്ങളൊന്നും അറിഞ്ഞു നിൽക്കുന്നല്ലേ. ഇത് നമ്മളും ഇവിടെ ഉറക്കം കെട്ട് നിൽക്കുകയാണല്ലോ. അപ്പൊ നിങ്ങൾക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുവാണെങ്കിൽ അത് നല്ല കാര്യം. നോക്കാം നമുക്ക്, കേട്ടോ. അല്ലാതെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനൊക്കെ ആരാ? ഞാൻ നിങ്ങളെയും പഠിപ്പിക്കുന്നില്ല, അവളെയും പഠിപ്പിക്കാൻ ആരുമല്ല. ഇതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. എൻ്റെ ടാർഗറ്റ് ഇപ്പൊ അതാണ്. കാരണം നോക്കാം, കാരണം മമ്മൂട്ടിന്റെ ഒരു പടം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു റീ എൻട്രി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അത്യാവശ്യം വിവരം എനിക്കുണ്ട്. ഓക്കെ. പിന്നെ അത് നെഗറ്റീവ് ന്യൂസ് അടിക്കാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട് നമ്മളുടെ അടുത്ത്. അപ്പൊ ആ ഒരു തിരിച്ചു വരവ് എത്രത്തോളം പ്രയാസമാണെന്നും എനിക്കറിയാം. തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ജനങ്ങൾ മൈൻഡ് ചെയ്യൂല. അപ്പൊ കേരളത്തിൽ ഇങ്ങനത്തെ തുരുപ്പ് ചീട്ടൊക്കെ യേശു. അപ്പൊ അത് വെച്ച് കളിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഓക്കെ, കേട്ടല്ലോ എന്താ അയാൾ പറയണേ? നിങ്ങളെ പേടിപ്പിക്കാൻ ഞാൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം മമ്മൂട്ടിയോട് തന്നെയാണ് അത് ചോദിക്കുന്നതെന്ന് തോന്നുന്നു. ഞാനിട്ട ഒരു പോസ്റ്റ് അയക്കുന്നു കണ്ടാട്ടെ എന്ന സന്തോഷത്തിന്. നിങ്ങൾ കണ്ട് സന്തോഷിക്കൂ ഞാനിട്ട പോസ്റ്റ് എന്താണെന്ന്. ഇനി അടുത്ത ദിവസങ്ങളിൽ സ്ക്രിപ്റ്റോട് കൂടി വരുമ്പോൾ എൻ്റെ ലക്ഷ്യം നിങ്ങളും റഥീനയുമൊന്നുമല്ല, സിനിമ നിർത്തുക എന്നതാണ്. ഞാനതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഏത് സിനിമ? പുഴു നിർത്തുന്നതാണ് ഞാൻ അടുത്ത് നടത്തുന്ന ശ്രമം. അല്ലാതെ മമ്മൂട്ടി താനോ രഥീന എന്ന് പറഞ്ഞാൽ എൻ്റെ മുൻ ഭാര്യയൊന്നും അല്ല എൻ്റെ ഇഷ്യൂ. പുഴു എന്ന് പറഞ്ഞ സിനിമയെ ഞാൻ നിർത്തിക്കും. വളരെ ഈസിയായി സിനിമയെ നിർത്താൻ എനിക്ക് കഴിയും. അത് നിങ്ങളൊന്ന് അറിഞ്ഞോട്ടെ എന്ന് ഞാൻ കരുതി. നമ്മളിവിടെ ഉറക്കം കെട്ട് നിൽക്കുകയാണല്ലോ. ഇതറിയുമ്പോൾ നിങ്ങൾക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞാൽ നല്ല കാര്യം. നോക്കാം നമുക്ക്, കേട്ടോ. ഞാൻ നിങ്ങളെയും രഥീനെയും പേടിപ്പിക്കാൻ ആരാ? അയാൾ ചോദിക്കുകയാണ്. എൻ്റെ ടാർഗറ്റ് ഇപ്പോൾ അതാണ്. അത് ഞാൻ നോക്കാം. മമ്മൂട്ടീൻ്റെ ഒരു പടം നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇൻഡസ്ട്രിയിൽ ഒരു റീ എൻട്രി എത്രയുണ്ട് എന്നുള്ളതിനുള്ള അത്യാവശ്യ വിവരമൊക്കെ എനിക്കുണ്ട്. അതായത് മമ്മൂട്ടിയുടെ ഒരു പടം മുടങ്ങിപ്പോയാൽ അതോടുകൂടി മമ്മൂട്ടി മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തുടച്ച് നീക്കപ്പെടുമെന്നാണ് ഈ മണ്ടൻ പറയുന്നത്. ഞാൻ മണ്ടൻ എന്ന് പറയുന്ന അയാൾ മണ്ടനൊന്നുമല്ല, അതിബുദ്ധിമാനാണ്. അയാൾ പറയുകയാണ്, ഞാൻ പുഴു എന്ന് പറഞ്ഞ് ചിത്രീകരിച്ച സിനിമ തിയേറ്ററിൽ തടഞ്ഞാൽ നിങ്ങളുടെ കട്ടയും പടം അതോടെ മടങ്ങും മിസ്റ്റർ മമ്മൂട്ടി എന്നാണ് അയാൾ പറയുന്നത്. പിന്നെ അതിന് നെഗറ്റീവ് ന്യൂസ് അടിക്കാൻ പറ്റിയ ആൾക്കാരും എൻ്റെ അടുത്തുണ്ട്. ആര്? മറുനാടൻ സാജൻ. ആ 2 വർഷം മുമ്പുള്ള പുഴുവിനെക്കുറിച്ച് സാജൻ ചെയ്ത പ്രോഗ്രാം കണ്ടു നോക്കൂ. ഇയാൾ പച്ചയ്ക്ക് പറയുകയാണ്. പിന്നെ അതിന് നെഗറ്റീവ് ന്യൂസ് അടിക്കാൻ പറ്റിയ ആൾക്കാരും എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഒരു തിരിച്ചു വരവ് എത്ര പ്രയാസകരമായിരിക്കുമെന്ന് എനിക്കറിയാം. റിലീസ് ചെയ്യാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടിക്കുന്നതൊക്കെ ഞാൻ ഈ അടുത്ത് പത്രത്തിൽ വായിച്ചു. ഏതൊക്കെയോ പടങ്ങൾ റിലീസ് ചെയ്യാൻ പറ്റാതെ സ്റ്റേയും പ്രശ്നങ്ങളും കേസും വഴക്കും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടിക്കുന്നതൊക്കെ അയാൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വഴിയെ ഞാൻ പോവുകയാണ് എന്നാണ് ഈ മുനിയാണ്ടി പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, കേരളത്തിൽ നടക്കും എന്നെനിക്ക് ഉറപ്പാണ് എന്ന് അയാൾ പറയുന്നു. തമിഴ്നാട്ടിലാണെങ്കിൽ ജനം ഇതൊന്നും മൈൻഡ് ചെയ്യില്ല. കേരളത്തിൽ ഇത്തരം തുറുപ്പ് ചീട്ട് യേശും ഈ പറയുന്ന പുഴുവിനെതിരെ സംസാരിച്ച മമ്മൂട്ടിയെ ഒരു വർഗീയവാദിയായി ചിത്രീകരിച്ചവരെല്ലാം കേൾക്കുക. ഈ പറയുന്ന ഷർഷാദ് മുനിയാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്, അല്ലെങ്കിൽ ബിനിയാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ പറയുകയാണ്, കേരളത്തിൽ ഇത്തരം തുറുപ്പ് ചീട്ടുകൾ ഏൽക്കും. കാരണം ജാതി അല്ലെങ്കിൽ മതം അഴിച്ചുവിട്ടാൽ മതി എന്നാണ് അയാൾ പറയുന്നത്. ശരിക്കും നിങ്ങൾ ഈ എന്താ പറയുക, അയാളെ പിന്തുണയ്ക്കുന്നവരൊക്കെ പറയുന്നത്, ഇതുപോലൊരു സഖാവ്, ഇതുപോലൊരു മനുഷ്യസ്നേഹി, ഇതുപോലൊരു പാവം, പഞ്ചപാവം എന്നൊക്കെയാണ് പറയുന്നത്.
100% വർഗീയ ചീട്ട് കളിച്ച് കേരളത്തിൽ സ്വസ്ഥത കെടുത്താൻ കഴിയുന്ന ഒരു വർഗീയ തീവ്രവാദിയാണ് ഈ ഷർഷാദ് എന്ന് ഈ ഫോണിൽ മെസ്സേജിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അയാൾ പറയാണ്, തമിഴ്നാട്ടിലാണെങ്കിൽ ജനം ഇതൊന്നും മൈൻഡ് ചെയ്യില്ല, രേനാദിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ പോടാ പുല്ലേ എന്ന് പറയുന്നതാണ് അയാൾ പറയുന്നത്. പക്ഷേ കേരളത്തിൽ ഇത്തരം തുറുപ്പിച്ചിട്ട് യേശു അത് വെച്ച് കളിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം, ഓക്കെ എന്നാണ് അയാൾ പറയുന്നത്. ഇനി അയാൾ ഞാനല്ല ആ സംസാരിച്ചതെന്ന് പറയുമെന്ന് എനിക്കറിയില്ല, അയാൾ തന്നെയാണ് പറയുന്നത്. ഇത്രയും കേൾക്കുമ്പോൾ വിവരമുള്ള മലയാളിക്ക് മനസ്സിലായില്ലേ ഇതാര് അയച്ചതാണ്, ആർക്കാണ് അയച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് മമ്മൂക്ക പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ട കാര്യമില്ല. കാരണം ഇതുപോലുള്ള വിവരദോഷികൾ, ഇതുപോലെ നേരായ വഴിയിൽ നടക്കാത്തവന്മാർ, തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയുക, കേരളത്തിൽ തന്നെ നമുക്ക് വിവാദങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ, ഇതുപോലുള്ള ഫേക്ക് ന്യൂസുകൾ വെച്ച് വിവാദങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് വാർത്തകൾ ഉണ്ടാക്കണമെങ്കിൽ അത് അടിക്കാൻ പറ്റിയ ചാനലുകളുണ്ട് എന്ന് ഷർഷാദ് തന്നെ പറയുമ്പോൾ, പ്രിയപ്പെട്ട സാജസ്കറിയ, നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളവരാവും വിറ്റ് കാശാക്കായിരുന്നു. എന്നിട്ട് നിങ്ങൾ 3 മണിക്കൂർ ആ മനുഷ്യനെ ഇരുത്തിയിട്ട് അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാണിക്കുന്ന കണ്ടപ്പോഴേ നിങ്ങൾ മണ്ടനല്ല എങ്കിലും ഞാൻ പറയും നിങ്ങൾ മണ്ടനാണ്. കാരണം നിങ്ങളെയും അയാൾ ചീറ്റ് ചെയ്തു എന്ന് ഞാൻ പറയും. ഷർഷാദ് മുനിയാണ്ടിയെന്നോ ബിനിയാണ്ടിയെന്നോ ഏതോ ഒരു അണ്ടിയാണല്ലോ ഇത് ഇറക്കുന്നത്. പുഴു ചിത്രീകരിക്കും മുമ്പേ തന്നെ ഷർഷാദ് തിരക്കഥയുണ്ടാക്കി എന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എടി എൻ്റെ മുൻ ഭാര്യയെ, നീ എത്ര ചാടിയാൽ എവിടം വരെ പോകും നമുക്ക് നോക്കാം. നിൻ്റെ പടം തിയേറ്ററിൽ വരാതെ കളിക്കാൻ, അല്ലെങ്കിൽ നിൻ്റെ പടം സവർണ മേധാവിത്വത്തിന്, സവർണ സമുദായങ്ങൾക്കെതിരെയാണ് നിൻ്റെ സിനിമ എന്നുള്ള തുറപ്പിച്ചിട്ടിറക്കി, നിൻ്റെ പടത്തെ ഞാൻ തോൽപ്പിക്കും, തിയേറ്ററിൽ വന്നാൽ തിയേറ്റർ കത്തിക്കും എന്നാണല്ലോ ഇതിൻ്റെയൊക്കെ അർത്ഥം. ഷാജസ്കറിയെ പോലെ എന്ത് കിട്ടിയാലും വാർത്തയാക്കുന്ന മഹാൻ പുഴു റിലീസാകുന്നപ്പോൾ ചെയ്ത പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ നിങ്ങളിത് കണ്ടു നോക്കൂ. അദ്ദേഹം മറന്നോ എന്ന് എനിക്കറിയില്ല, മലയാളികൾ മറന്നോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ആ ടൈറ്റിൽ ഇതിലിട്ടേക്കാം. അദ്ദേഹം അന്ന് ചെയ്ത 2 വർഷം മുമ്പ് ചെയ്ത പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. മുസ്ലിം വിരുദ്ധത എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് റിസർച്ച് ചെയ്യുന്ന മഹാനാണല്ലോ സാജസ്കറിയ. അല്ലാന്ന് അദ്ദേഹം പറയുമോ? ഒരിക്കലും പറയില്ല. അദ്ദേഹം അത് നന്നായി ഉപയോഗിച്ചു എന്നുള്ളതാണ് രസം. ഞാൻ മാത്രമല്ല, ഇപ്പോൾ ഇത്രയും സംഭവം 2 വർഷം മുമ്പുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് വിവാദം ഉണ്ടായപ്പോൾ ആ വിവാദത്തിൽ നിന്ന് തലയുരാനായിട്ട് മറുനാടൻ സാജൻ അയാളുടെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കുറിച്ചിട്ടുണ്ട് ഇന്നലെ. അതും ഞാനിത് സത്യം പറഞ്ഞാൽ എനിക്കിതിൽ അല്പം പരിജ്ഞാനം കുറവുള്ള ഒരാളാണ്. ഈ ഫോൺ മെസ്സേജ് തന്നെ എനിക്ക് വന്നപ്പോൾ ഞാൻ അതിശയപ്പെട്ടു. അയ്യോ, ഇയാൾ സംസാരിക്കുന്ന 2 വർഷം മുമ്പുള്ള ഫോൺ കോൾ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഇത് ആർക്കൊക്കെ എവിടെ നിന്ന് എന്തൊക്കെ കിട്ടുന്നു. എനിക്ക് അയച്ചു തന്ന ആളിനോട് ഞാൻ നന്ദിയും പറഞ്ഞു. ഇന്നലെ ഫേസ്ബുക്കിലെ സാജൻ്റെ പോസ്റ്റ് എടുത്ത് എനിക്കൊരാൾ അയച്ചു. അതിൽ സാജൻ പറയുന്നത്, ഞാൻ മാത്രമല്ല, കേരളം മുഴുവൻ മമ്മൂക്കയ്ക്ക് ഒപ്പമാണ്. ആര്? മെനങ്ങാന്ന് 3 എപ്പിസോഡ് ഈ മുനിയാണ്ടിയെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ ചെയ്ത് മമ്മൂട്ടിയെ എങ്ങനെയെങ്കിലും തകർക്കാൻ ശ്രമിച്ച സാജൻ പറയുകയാണ്, ഞാൻ മാത്രമല്ല, കേരളം മുഴുവൻ മമ്മൂക്കയ്ക്ക് ഒപ്പമാണ്. ആ മഹാനായ നടനെ മതത്തിൻ്റെ ലേബലിൽ കോർണർ ചെയ്യുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. ചെകുത്താൻ വേദമോതെന്ന് പണ്ടാരോ പറയും. മമ്മൂട്ടിയെ ഒരു വർഗീയവാദിയാക്കി ചിത്രീകരിച്ച് 3 എപ്പിസോഡ് പുറത്തു വിട്ടിട്ട് ഒരു ഉളുപ്പുമില്ലാതെ സാജൻ ഫേസ്ബുക്കിൽ എഴുതിയതാണ്, ആ മഹാനായ നടനെ മതത്തിൻ്റെ ലേബലിൽ കോർണർ ചെയ്യുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അദ്ദേഹം നടനാകുമായിരുന്നില്ലല്ലോ. ഷർഷാദിൻ്റെ വെളിപ്പെടുത്തൽ ഉറക്കം കെടുത്തിയ കുരുട്ടുബുദ്ധിക്കാരായ അന്തംകമ്മികളാണ്, അതായത് CPM-കാരാണ് ബോധപൂർവം വിവാദം മമ്മൂക്കയിലേക്ക് തിരിച്ചുവിടുന്നത്. ആണോ? ഇവിടുത്തെ CPM എന്ത് തിരിച്ചുവിട്ടു? സാജൻ്റെ 3 എപ്പിസോഡ് പ്രോഗ്രാം കണ്ടതല്ലാതെ, അതിനെതിരെ പ്രതികരിച്ചതല്ലാതെ, മമ്മൂട്ടിയെ ഒരു മുസ്ലിം വിരുദ്ധനായിട്ടോ അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധനായിട്ടോ ഏതെങ്കിലും തരത്തിൽ CPM ചെയ്യുമെന്ന് തലയിൽ ആൾ താമസമുള്ള ഒരാളും പറയില്ല. അവർ ചെയ്തിട്ടുമില്ല. പാർട്ടി സെക്രട്ടറിയുടെ മകൻ്റെ ഇടനിലക്കാരൻ്റെ റോളും ലണ്ടനിലെ ദല്ലാളുമൊക്കെ ചർച്ചയാകാതിരിക്കാൻ, തോമസ് ഐസക്കിനെ പോലെയുള്ളവരുടെ കാപട്യം മറച്ചു വയ്ക്കാൻ അവർ മനഃപൂർവ്വം വിവാദം മമ്മൂട്ടിക്ക് നേരെ തിരിച്ചുവിട്ടതാണ്. ആണോ? ME ഗോവിന്ദൻ മാഷിൻ്റെ മകനാകെ ശ്യാം എന്താ ചെയ്തേ? പാർലമെൻറ്റിൽ കയറി കാണാനുള്ള ഒരു പാസ് നൽകണേ എന്ന്, അതിനുള്ള ഒന്ന് സഹായിക്കണേ എന്ന് രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ് ലണ്ടനിലുള്ള ആളിനോട് പറഞ്ഞു. അയാൾ എന്താ ചെയ്തേ? PK ബിജു എന്ന് പറഞ്ഞ അന്നത്തെ MP യുടെ PA യോട് പറഞ്ഞ് വാങ്ങിക്കൊടുത്തു ഇന്നസെൻ്റിൻ്റെ പാസ്. പക്ഷേ സാജൻ പറയുന്നത്
പാർട്ടി സെക്രട്ടറിയുടെ ഇടനിലക്കാരൻ്റെ റോളും പാർട്ടി സെക്രട്ടറിയുടെ മകൻ്റെ ശ്യാമിൻ്റെ അയാൾ ഒരു ഇടനിലക്കാരനെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, തരവൻ. ലണ്ടനിലെ ദല്ലാൾ ആര്, രാജേഷ് കൃഷ്ണ, ലണ്ടനിൽ വെച്ച് സാജനെ പിടിച്ചു നിർത്തിയല്ലോ എയർപോർട്ടിനകത്ത്. അദ്ദേഹത്തെ പറയുകയാണ്, ലണ്ടനിലെ ദല്ലാളുമൊക്കെ ചർച്ചയാകാതിരിക്കാൻ തോമസ് ഐസക്കിനെ പോലുള്ള കാപട്യം മറച്ചു വയ്ക്കാൻ. തോമസ് ഐസക്കിൻ്റെ എന്ത് കാപട്യം സാജൻ അറിയാമെന്ന് എനിക്കറിയില്ല. അവർ മനഃപൂർവ്വം വിവാദം മമ്മൂട്ടിക്ക് നേരെ തിരിച്ചു വിട്ടു എന്നാണ് അയാൾ പറയുന്നത്. തിരിച്ചു വിട്ടത് സാജ നിങ്ങളല്ലേ. എന്തിനാണ് സാജ ഇങ്ങനെ ആവശ്യമില്ലാതെ സ്ഥാനത്തും അസ്ഥാനത്തും? നിങ്ങൾക്കൊരു പാർട്ടിയെ ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാസം 10-40 ലക്ഷം രൂപ ഡൽഹിയിൽ നിന്ന് വരുന്നതുകൊണ്ട് അവരുടെ വിടുപണി ചെയ്യുന്നതിന് വേണ്ടി എന്തിനാണ് ഈ കള്ളക്കഥകൾ പറയുന്നത്? മമ്മൂട്ടിയുടെ സിനിമാ ജീവിതം തകർക്കുമെന്ന തരത്തിൽ ഷഹസാദിൻ്റെ ഓഡിയോ എഡിറ്റ് ചെയ്ത് അവർ പ്രചരിപ്പിച്ചത് കൃത്യമായ ലക്ഷ്യത്തോടെയാണ്. അല്ലാതെ ഷഹസാദ് ഓഡിയോ അയച്ചതല്ല പ്രശ്നം, അത് എഡിറ്റ് ചെയ്തതെന്നാണ് പറയണത്. ആടിനെ പട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ മലയാളി, പക്ഷെ കുറേ മലയാളികൾ അത് വിശ്വസിക്കും, അതാണ് പ്രശ്നം. ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ താഴെമെന്ന് എഴുതും, നീ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടല്ലേ ഇത്രയും സത്യസന്ധനായ സാജസ്കറിയെ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറയും. അല്ലാതെ ആ ഓഡിയോ ഷഹസാദ് എന്ന് പറഞ്ഞവൻ വിട്ട പുഴു എന്ന് പറഞ്ഞ സിനിമയെ ഞാൻ നിരോധിച്ച് മമ്മൂട്ടിയെ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞതൊന്നും പ്രശ്നമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയുന്ന സാജനെ വിശ്വസിക്കാനാണ് ഒരുപാട് പേർക്ക് ഇഷ്ടം കേരളത്തിൽ. ഷാഫി പറമ്പിലിനെ വർഗീയവാദിയാക്കിയ അതേ കുരുട്ടുബുദ്ധിയിലൂടെ മമ്മൂട്ടിയെ ഏറിൽ നിർത്തി CPM എന്ന ദല്ലാൾ പാർട്ടി തടി തപ്പുകയാണ് എന്നാണ് ആ ഫേസ്ബുക്കിൽ സാജൻ കുറിച്ചിരിക്കുന്നത്. ഷാഫി പറമ്പിലിനെയും കൂടെ അതിൽ കയറ്റി. പക്ഷേ ഷാഫി പറമ്പിൽ ഇപ്പോൾ വന്ന് മമ്മൂട്ടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ചുരുക്കം കോൺഗ്രസ്സുകാരിൽ ഒരാളാണ്. ഒരു ഷാഫി പറമ്പിലും ഒരു KC വേണുഗോപാലും മാത്രമേ മമ്മൂട്ടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഷാഫിയോട് ബഹുമാനമുണ്ട്. ഗോവിന്ദൻ മാഷിൻ്റെ മോൻ ശ്യാമിനോട് മാത്രമല്ല, നേതാക്കന്മാരുടെ മക്കളോട് മാത്രമല്ല, സ്വന്തം പാർട്ടിയോട് കൂറുള്ള ഏതൊരാളിൻ്റെയും മക്കളോട് പറയുക, സുഹൃത്താണെന്ന് തെറ്റിദ്ധരിച്ച് വല്ല അണ്ടിമാർക്കും വല്ല പാർലമെൻറ്റ് കാണാനുള്ള പാസോ അതുപോലെ എന്തെങ്കിലും തരപ്പെടുത്തി കൊടുത്ത് തന്തയെയും പാർട്ടിയെയും നാറ്റാൻ ഇനിയെങ്കിലും ആരും മെനക്കെടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഗോവിന്ദൻ മാഷിൻ്റെ മകൻ ശ്യാം ആകെ ഒരു തെറ്റല്ലേ ചെയ്തുള്ളൂ. അയാളെ എവിടെയോ വെച്ച് പരിചയമുള്ളതുകൊണ്ട് ഈ യവൻ നാഴിക്ക് 40 വട്ടം ഈ ഷഹസാദ് എന്ന് പറഞ്ഞത് ഞാൻ മുസ്ലിം ലീഗിന് മാത്രം പിന്തുണ കൊടുക്കുന്ന മുസ്ലിം ഏരിയയിൽ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാളാണെന്നൊക്കെയാണ് പറഞ്ഞത്. 100% അല്ല എന്ന് ഞാൻ പറയും. അത് ഈ പ്രോഗ്രാം മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അയാളല്ല എന്ന് ഞാൻ എന്തുകൊണ്ട് പറയുന്നു. ഈ മുനിയാണ്ടി ആൾ വെടിപ്പല്ല എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം കാണിക്കാം. വിഷുവിന് ഞാൻ 2 പടവും നിങ്ങൾക്ക് കാണിക്കാം. വിഷുവിന് ഇയാൾ മുണ്ട് വലതുവശത്തേക്ക് കൊടുക്കും ഹിന്ദുവായിട്ട്, അത് കഴിയുമ്പോൾ മുണ്ട് ഇടത്തോട്ട് കൊടുക്കും. മമ്മൂട്ടി സിനിമയിൽ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ, ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അയാൾ ജീവിതത്തിൽ എപ്പോഴും ഇടതുവശത്തിന് മുണ്ട് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവൻ ഏത് ഫാൻസി ഡ്രസ്സും കെട്ടുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് വിഷുക്കാലത്ത് നിലവിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ട് ഞാനൊരു ഹൈന്ദവ ആരാധകനാണെന്ന് കാണിക്കാൻ വലതുവാക്കിന് മുണ്ടെടുക്കും. വിഷു കഴിഞ്ഞാൽ ഇടതുവാക്കിന് മുണ്ടെടുക്കും. എന്തിനാണ് ഈ അഭ്യാസം കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉഡായിപ്പ് പരിപാടി ഇല്ലാത്ത ഒരുത്തനും ചെയ്യുന്ന പണിയല്ല ഇതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ തലതൊട്ടപ്പനായ PK കുഞ്ഞാലിക്കുട്ടി, അദ്ദേഹം വലതുവാക്കിനെ മുണ്ടെടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പണമാണ്. എന്നാൽ വിദ്യാസമ്പന്നനായ മുനീർ ഇടതുവാക്കിനല്ലേ കൊടുക്കും. അതുപോലെ നമ്മുടെ സഹസ്ര കോടീശ്വരനായ യൂസഫ് അലി സാർ, അദ്ദേഹവും ഉണ്ട് വലതുവാക്കിനെ കൊടുക്കുള്ളൂ, ഇടതുവാക്കിനല്ല. ഇപ്പോൾ ഇടതുവശത്തേക്ക് കൊടുത്താൽ തമിഴിനാവാം, മുസ്ലിം ആവാം. പക്ഷേ അങ്ങനെ മുസ്ലിം അല്ലാത്ത ഹിന്ദുക്കളിലും ഉണ്ട് ചിലരൊക്കെ ഇടതുവാക്കിന് കൊടുക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് അതൊന്നുമല്ല. ഞാൻ പറയുന്നത് വിഷു വരുമ്പോൾ വലതുവാക്കിന് മുണ്ടെടുത്ത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക, വിഷു കഴിഞ്ഞാൽ ഇടതുവാക്കിന് മുണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇവൻ തരികിടയുടെ ആളാണെന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ സിമിയുടെ നേതാവായിരുന്നു ഹർഷാദ് എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നാണല്ലോ ഇവിടെ പറഞ്ഞു പരത്തുന്നത്. അയാൾ സിമിയിൽ പ്രവർത്തിച്ചിരുന്നു എനിക്കറിയില്ല. എന്തായാലും സിമി നിരോധിച്ചതോടുകൂടി അയാൾ ആ പ്രവർത്തനം നിർത്തിക്കാണും. അഥവാ അതിൽ പ്രവർത്തിച്ചെങ്കിൽ അയാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്കൊരാൾ അയച്ചു. അയാൾ പറയുന്നത് എങ്ങനെ പുഴു ഉണ്ടായി എന്നതിനെക്കുറിച്ചാണ്. ഉണ്ടയുടെ ഷൂട്ടിംഗ് തീരാറാവുന്ന ഒരു ദിവസം, മമ്മൂക്കയുമായി കുറച്ച് അടുപ്പമൊക്കെ ആയ ഒരു ഉച്ചനേരം, അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ഞാനൊരു യമണ്ടൻ ചോദ്യം ചോദിച്ചു, ഇക്ക ത്രൂ ഔട്ട് നെഗറ്റീവായ ഒരു റോൾ ചെയ്യുമോ? ഹർഷാദ് മമ്മൂട്ടിയോട് ചോദിച്ചതാണ്. കുറച്ചു നേരം എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്ന ശേഷം
മമ്മൂക്ക ചോദിച്ചു, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അയാൾക്കൊരു ന്യായം ഉണ്ടാവില്ലേ? അതിനുള്ള ഉത്തരം തിരക്കഥയിലൂടെ വിശദമാക്കാൻ പറ്റുമോ? പറ്റും എന്ന് ഹർഷാദ് പറയുന്നു. മമ്മൂക്ക പിന്നെയും ആലോചിച്ചു. മുഴുവൻ സിനിമയും നിങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ മാത്രം, ഈ നെഗറ്റീവ് ക്യാരക്ടറിൻ്റെ കാഴ്ചപ്പാടിലൂടെ മാത്രമാണ് ഈ കഥ നടക്കുന്നത് എന്ന് കൂട്ടിച്ചേർത്തു. ഓഹോ, അപ്പോൾ അത്യാവശ്യം പെർഫോമൻസിനുള്ള സ്കോപ്പ് ഉണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. മമ്മൂക്ക ചോദിച്ചു. 4 പതിറ്റാണ്ടിലേറെ വിവിധങ്ങളായ കഥാപാത്രങ്ങളെ ലോകത്തിനു മുന്നിൽ അവിസ്മരണീയമാക്കിയ ആ മഹാനടൻ്റെ ചോദ്യം കേട്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി എന്നാണ് ഹർഷാദ് പറയുന്നത്. അതായത് അപ്പോൾ അത്യാവശ്യം പെർഫോമൻസിന് സ്കോപ്പുള്ളതായിരിക്കും ഈ നെഗറ്റീവ് വേഷം എന്ന് ചോദിച്ചപ്പോൾ 40 വർഷമായി വിവിധ കഥാപാത്രങ്ങൾ ചെയ്ത് ഫലിപ്പിച്ച ആ മനുഷ്യൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആ മഹാനടൻ്റെ ചോദ്യം ശരിക്കും അത്ഭുതപ്പെടുത്തി എന്നാണ് ഹർഷാദ് പറയുന്നത്. യെസ്, തീർച്ചയായും ആ കഥാപാത്രത്തിൻ്റെ നിറഞ്ഞാട്ടമായിരിക്കും സിനിമ എന്ന് ഹർഷാദ് ഉത്തരം പറയുകയും അങ്ങനെയാണ് പുഴു എന്ന് പറഞ്ഞ സിനിമയുടെ സബ്ജക്റ്റ് മമ്മൂട്ടിയിലേക്ക് എത്തുന്നത്. എന്നാൽ ചെയ്യാം, എഴുതിക്കൊള്ളൂ എന്നായി മമ്മൂക്ക. ഇതായിരുന്നു പുഴുവിൻ്റെ തുടക്കം. കഴിഞ്ഞ കുറേ നാളുകളായി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കഥ പലതരത്തിൽ പല ഫോർമാറ്റിൽ മാറ്റി മാറ്റി എഴുതിക്കൊണ്ടിരുന്ന തിരക്കഥ അങ്ങനെ വീണ്ടും മാറ്റി എഴുതാൻ തീരുമാനിച്ചു. ഇത്തവണ സുഹൃത്തുക്കളായ ഷറഫുവിനെയും സുഹാസുവിനെയും ഞാൻ കൂടെ കൂട്ടി. എഴുത്തങ്ങനെ ജോറായിക്കൊണ്ടിരിക്കെ അണ്ടകടാഹം മൊത്തം കൊറോണയിലായി. അണ്ടകടാഹ പ്രയോഗം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ വന്നു. മാലോകരുടെ സകലമാന പ്ലാനുകളും അവതാളത്തിലായി. കൊറോണയൊക്കെ കഴിഞ്ഞ് സിനിമാ ഷൂട്ടിങ്ങുകൾ പുനരാരംഭിച്ചു എങ്കിലും രത്തിനയ്ക്ക് വേണ്ടി മമ്മൂക്കയുടെ നിർദ്ദേശപ്രകാരം മുമ്പ് ഞാൻ എഴുതി കൊടുത്ത മറ്റൊരു തിരക്കഥ, അതൊരു വലിയ ക്യാൻവാസിലുള്ള റോഡ് മൂവിയായിരുന്നു. ഇപ്പോഴൊന്നും നടപടിയാവില്ല എന്ന് കണ്ടപ്പോൾ മമ്മൂക്കയുമായുള്ള ആലോചനകൾക്ക് ശേഷം ഞങ്ങളപ്പോഴും പേരിട്ടിട്ടില്ലായിരുന്ന പുഴുവിലെത്തി. ജോർജ് ഏട്ടനും രാജേഷും ശ്യാമും റനീഷും നിർമ്മാതാക്കളായി വന്നു. അപ്പോഴാണ് 4 പേരാണ് അത് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് മനസ്സിലായത്. മമ്മൂക്കയുടെ വീട്ടിൽ 2 ദിവസം അടുപ്പിച്ചിരുന്ന് തിരക്കഥ വായനയും ചർച്ചയും നടത്തിയതോടെ പുഴുവിന് ജീവൻ വെച്ചു. പുഴു ചലിക്കാൻ തുടങ്ങി. പുഴുവിന് ഒരുപാട് അർത്ഥങ്ങളും നാനാർത്ഥങ്ങളും ഉണ്ടാവാം. പക്ഷേ അതിലേറ്റവും മികച്ച അർത്ഥം പുഴു എന്ന് തന്നെയാണ്. പുഴു ഒരു ചെറിയ ജീവിയാണ്. പുഴു ഒരു ചെറിയ സിനിമയുമാണ്. കാലങ്ങളും ദേശങ്ങളും താണ്ടി അതങ്ങനെ എഴഞ്ഞെഴഞ്ഞ് ഈ മാസം 13 മുതൽ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തുകയാണ്. OTT-യിലാണല്ലോ അത് വന്നത്. സോണി ലീവിലൂടെ അനുഗ്രഹിക്കുക, ആശീർവദിക്കുക എന്നാണ് ഹർഷാദ് അതിലെഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഹർഷാദ് എന്ന് പറഞ്ഞ പഴയ സിമി പ്രവർത്തകൻ സവർണ ജാതിക്കാരെ കളിയാക്കാനായിട്ട് മമ്മൂട്ടിയുടെ ഒത്താശയോടുകൂടി ഉണ്ടാക്കിയെടുത്തൊരു സിനിമയെന്നാണ് പറയുന്നത്. ഇത് എനിക്ക് പുഴു കണ്ടപ്പോഴും ഈ വിവാദം ഉണ്ടായപ്പോഴും എനിക്ക് തോന്നിയത്, ഇത് വേണമെങ്കിൽ പുഴുവിലെ നായകനൊരു മുസ്ലിം കഥാപാത്രമാക്കിയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അവരുടെ സമുദായത്തിൽ ഈ മുടിയൊക്കെ വെട്ടാൻ നടക്കുന്ന ഒസയെന്നോ എന്തോ പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അവർ ഇയാളുടെ സഹോദരിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് അങ്ങനെ ഒരാളായാലും ഇത് ഈ പുഴു ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ കേൾക്കട്ടെ, ക്രിസ്ത്യനിൽ വരേണ്യവർഗം ഉണ്ടല്ലോ, ഒരുപാട് സമുദായങ്ങളുണ്ട് വരേണ്യവർഗം, തൊപ്പി വെച്ചതും തൊപ്പി വയ്ക്കാത്തതുമായ. എന്നാൽ അതിൽ ഈ അടുത്ത കാലത്ത് പ്രശസ്തമായ പെന്തക്കോസ് പോലുള്ള സമുദായക്കാരെ മറ്റേ വരേണ്യവർഗം അംഗീകരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ക്രിസ്ത്യനായിട്ടും പുഴു ചെയ്യാൻ പറ്റും. കാരണം ഈ പ്രധാന കഥാപാത്രം ഇത്തരം കാര്യങ്ങളിൽ വാശി പിടിക്കുന്ന ഒരാളായിരുന്നാൽ മാത്രം മതി. പക്ഷേ അത് ഒരു ബ്രാഹ്മണ സമുദായത്തിലെ കഥാപാത്രമായി നായകന് ചെയ്തപ്പോൾ അതിനെ വെച്ചാണിപ്പോൾ വിവാദം ഉണ്ടാക്കുന്നു എന്നല്ലാതെ അതിൽ യാതൊരു യാഥാർത്ഥ്യമില്ലെന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ ഷർസാദ്, ഈ പറയുന്ന രാജേഷ് കൃഷ്ണ ഷർസാദിൻ്റെ 2 ആൺകുട്ടികളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഷർസാദിൻ്റെ ഫേസ്ബുക്കിലിട്ടിട്ട് അതിനൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഇന്ന് ജനുവരി 27, ഈ കഴിഞ്ഞ ജനുവരി 27 പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കറുത്ത ദിനം. കൃത്യം 6 വർഷം മുമ്പ് 2018 ഇതേ ഒരു ജനുവരി 27 നീ ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയായ സഖാവ് ME ഗോവിന്ദൻ മാസ്റ്റർ മകനും സംവിധായകൻ രഞ്ജിത്തിൻ്റെ ചീഫ് അസോസിയേറ്റുമായ ശ്യാം രഞ്ജിത്ത് MV മുഖേന
അന്നത്തെ സിറ്റിംഗ് പാർലമെൻറ്റ് മെമ്പർ കൂടിയായ സഖാവ് PK ബിജുവിൻ്റെ അധികാര ബലത്തിൽ ഒരു പാർലമെൻറ്റിലെ പാസിൻ്റെ രൂപത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് നീ കടന്നു വന്നപ്പോൾ ഞാനൊരു സഖാവ്, ഒരു സഹോദരൻ എന്ന അർത്ഥത്തിൽ നിന്നെ സ്വീകരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ എന്താ പറയുക, ബിജുവിൻ്റെ PAക്കും ആവശ്യമില്ല, ശ്യാമിനും ആവശ്യമില്ല. എന്തിനാണ് ഈ രാജേഷ് കൃഷ്ണയെ പിടിച്ച് പാർലമെൻറ്റിലെ ഒരു പാസ് വാങ്ങിക്കൊടുക്കാനായിട്ട് ഇയാൾക്ക് വാങ്ങിക്കൊടുക്കാൻ പോയതിൻ്റെ പരിണത ഫലമാണ് ഈ എഴുതിയിരിക്കുന്നത്. അതിനും എന്തൊക്കെയാണ് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കൂ. PK ബിജുവിൻ്റെ അധികാര ബലത്തിൽ, അയാൾ MP ആയിരുന്നപ്പോൾ അയാൾക്ക് പാസ് കൊടുക്കാൻ കഴിയും. അതിന് അധികാര ബലം എന്നാണ് പറയുന്നത്. എൻ്റെ മക്കളോട് നീ കാണിച്ച സ്നേഹം കണ്ടപ്പോൾ കുട്ടികളില്ലാത്ത ഒരാളുടെ സ്നേഹമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. നിനക്കൊരു സുഹൃത്തും അതിൽ പരം ഒരു സഖാവും എന്ന നിലയിൽ എൻ്റെ കുടുംബത്തിലേക്കുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം തന്നു. പക്ഷേ അതിന് ഉദ്ദേശം 3 വർഷങ്ങൾക്ക് ശേഷം ഞാൻ കൊടുക്കേണ്ടി വന്ന വില ചെറുതല്ല. ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കഥയാണത്. എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ എൻ്റെ റിട്ട് പെറ്റീഷൻ പരിഗണനയിൽ ഉള്ളതുകൊണ്ട് കൂടുതൽ ഇപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂട്ടി എന്തിന് രാജേഷ് കൃഷ്ണ എന്ന ദ്രോഹിയെ പേടിക്കുന്നു എന്നാണ് അയാൾ ആ പോസ്റ്റിൽ ചോദിക്കുന്നത്. അതിനും മറുപടി ഇത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു ഓഡിയോ മെസ്സേജ് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഡബിൾ പ്ലേ എന്നല്ല, എത്ര തരത്തിലുള്ള കളി കളിക്കാനും ഈ പറയുന്ന ഷർസാദ് ബിനിയാണ്ടിക്ക് കഴിയും എന്ന് ഞാൻ ആ ശബ്ദം കേൾപ്പിച്ചു തരാം. കേരളം അറിയാതെ പോയ ഒരു ചെറിയ തട്ടിപ്പിൻ്റെ ചുരുളഴിയുന്ന കഥ പറയാം എന്ന് പറഞ്ഞ അയാൾ വേറൊരു രാജേഷ് കൃഷ്ണ മേഴ്സിക്കുട്ടി അമ്മ ഇവിടെ മന്ത്രിയായിരുന്നപ്പോൾ അവരുമായിട്ടുള്ളൊരു ഫോട്ടോ ഇട്ടിട്ട് അടുത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൽ കയറി നോക്കി. സഖാവ് രാജേഷ് കൃഷ്ണ അന്നത്തെ ഫിഷറീസ് മന്ത്രി ആയിരുന്ന സഖാവ് J മേഴ്സിക്കുട്ടി അമ്മയുടെ ഓഫീസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സേവ് പ്ലാസ്റ്റ് എന്ന പേരിൽ കൊല്ലം തീരദേശ മേഖല ശുചീകരണം എന്ന വ്യാജേന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ ഒരു ബ്രിട്ടീഷ് പൗരനായ മാത്യു ബൗലോക്ക് എന്ന വ്യക്തിയുടെ കമ്പനിയുമായി കരാർ ഒപ്പുവെക്കുകയും അതിൻ്റെ പേരിൽ നടന്ന ചില ഹവാല ഇടപാടുകളും പിന്നീട് ആ പണം മമ്മൂട്ടിയുടെ പുഴു മൂവിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുടെ മുതൽ മുടക്കാവുകയും ചെയ്തു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതറിയണം എന്ന് പറഞ്ഞാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാജേഷ് കൃഷ്ണ കള്ളക്കടത്തുകാരൻ അല്ലെങ്കിൽ അനധികൃതമായി പണം സൂക്ഷിക്കുന്ന ആൾ എന്നൊക്കെയാണല്ലോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് രാജേഷ് കൃഷ്ണയെ ഡാമേജ് വരുത്താവുന്ന അത്രയും ഡാമേജ് വരുത്തിയിട്ട് ഞാനൊരാളുമായിട്ട് പിണങ്ങിയാൽ ഞാൻ പിന്നെ എന്ത് വന്നാലും എന്ത് ലാഭം നോക്കില്ല, നഷ്ടം നോക്കില്ല, ഞാൻ അവിടെ അവസാനിപ്പിക്കുക ആ ചാപ്റ്റർ. അപ്പോൾ അയാൾ പറയുന്നു അയാളുടെ കുടുംബത്തിനെ തകർത്തത് ഇയാളാണ്. ആര്? രാജേഷ് കൃഷ്ണയാണ്. മേഴ്സിക്കുട്ടിയമ്മയുടെ എന്താ പറയുക മന്ത്രിയായിരിക്കുമ്പോൾ അവരുടെ ദേഹത്ത് ചെളിവാരി എറിഞ്ഞത് അല്ലെങ്കിൽ വ്യാജ കമ്പനി ഉണ്ടാക്കി അവരെ പറ്റിച്ചത് രാജേഷ് കൃഷ്ണയാണ്. അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞാണല്ലോ ഇലക്ഷനിൽ കുണ്ട്രയിൽ അവരെ തോൽപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ്. അങ്ങനെ ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അയാളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കില്ലേ? നിങ്ങളൊരു അല്പം ദീർഘദൂരമുള്ള അല്പം ലെങ്തുള്ള ഒരു ഫോൺ സന്ദേശം കേട്ടു നോക്കൂ. രാജേഷ് കൃഷ്ണയെ ഈ കഴിഞ്ഞ വാരത്തിൽ ഈ പറയുന്ന ഷർസാദ് മുനിയാണ്ടി വിളിച്ച അതൊന്ന് കേട്ടു നോക്കൂ. എന്നിട്ട് നമുക്ക് മടങ്ങി വരാം. എനിക്കൊന്ന് കാണണമായിരുന്നല്ലോ. നമ്മളത് കാണേണ്ട കാര്യമില്ല ഷർസാദ്. ഞാൻ നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ലല്ലോ. നമ്മൾ വേറെ വഴിക്ക് പോകുന്നല്ല. ഇല്ല, ഒരു ചാൻസ് പ്ലീസ്. അല്ല, നമ്മൾ തമ്മിൽ അങ്ങനെ കാണേണ്ട കാര്യമുണ്ടോ? ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയല്ല. നിങ്ങൾ ചെയ്യാവുന്ന ദ്രോഹമല്ല എനിക്ക് ചെയ്തിട്ട്, പറയാവുന്ന കാര്യങ്ങളല്ല എനിക്കെതിരെ പറഞ്ഞിട്ട് എനിക്കൊന്ന് കാണണമായിരുന്നു. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത് അല്ല, നമ്മൾ ഒരിക്കൽ കണ്ടതാ, ഓർക്കുന്നുണ്ടോ? ഷർസാദ് ഇങ്ങനെ കാലിൽ പിടിച്ചു വന്നിട്ട് എന്നെ ബാംഗ്ലൂർ കണ്ടതാ, ഓർക്കുന്നുണ്ടോ? അതെ, പക്ഷേ അതല്ലല്ലോ ഇന്നത്തെ സിറ്റുവേഷൻ. അല്ല, ഇന്നത്തെ ഞാനിപ്പോ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്ന ആളല്ല. ഞാൻ അന്നും ഇന്നും ഒരുപോലാണ്. ഞാൻ ഷർസാദിന്റെ വഴിയിൽ വന്നിട്ടില്ല. ഷർസാദ് എന്നെ ഹെൽപ്പ് ചെയ്യാവുന്നതിനെ മാക്സിമം ജോയിൻ ചെയ്തു. അതിനെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അതൊന്നും ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ഓക്കെ, എന്തോ ഒരു ദൈവമോശം കൊണ്ട് എന്തോ സംഭവിച്ചു. ഓക്കെ, അതിപ്പം എല്ലാവരുടെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ കയറി വരും. അല്ല, എല്ലാവരുടെ ലൈഫിൽ വരും. പക്ഷെ എന്നെ വേട്ടയാടാൻ വേണ്ടി ഞാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ലല്ലോ ഷർസാദ്, ഉണ്ടോ? അതെ രാജേഷ്, ഞാനിപ്പോ അത് കണ്ടു കഴിഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ നമ്മൾ തമ്മിൽ. അല്ല, കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല പെരുമാറുന്നത്. കഴിഞ്ഞ അവിടെ കണ്ടപ്പോഴും നിങ്ങളുടെ അടുത്ത് ഞാനാണ് വന്ന് സംസാരിച്ചത് ആണല്ലോ. ഷർസാദ്, എന്താ പ്രശ്നം? ശേഷം കുറെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. എനിക്കൊന്ന് കാണണം, അത്രയും. അല്ല, മനസ്സിലാക്കി ഇൻ ദ സെൻസ് എന്ത് മനസ്സിലാക്കി? നിങ്ങൾക്ക് പറയാനുള്ള സംസാരിച്ചു കഴിഞ്ഞാൽ ലോജിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം.
അല്ല മനസ്സിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര തെറ്റ് എന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. ഓക്കെ, അന്നത്തെ എന്റെ മെന്റാലിറ്റി സിറ്റുവേഷൻ അതായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ എനിക്കെതിരെ പണിയാവുന്ന എല്ലാ പണിയും ചെയ്തു. നിങ്ങൾ എനിക്കെതിരെ അയച്ച മെയിലുകളും എല്ലാത്തിനും കോപ്പി എന്തെങ്കിലും ഉണ്ട്. ശേഷം അതെ, ഞാൻ ഒറ്റ കാര്യം പറയാം. നിങ്ങൾ രണ്ടുപേര് ചില ഘട്ടങ്ങളിലായി എന്റെ ബിസിനസ് തകർക്കാനും എന്റെ ബിസിനസ് പൊളിക്കാനും മാക്സിമം ട്രൈ ചെയ്തു. ശരിയാണോ അല്ലയോ? അത് തെറ്റാണ്. കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ് ചെന്നൈയിൽ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പറയാം. ചെന്നൈയിൽ എടുത്താലില്ല. നിങ്ങൾ എനിക്കെതിരെ അയച്ച മെയിലുകൾ, എനിക്കെതിരെ അയച്ച പല സാധനങ്ങൾ എല്ലാം എന്നല്ല ഞാൻ പറഞ്ഞത്, അതിൽ പലതും എന്റെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന് മാത്രം എന്റെ അടുത്ത് പറയില്ല. അല്ല, ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു തെറ്റെന്റെ അടുത്ത് ഉണ്ട്. എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഞാനിപ്പോ അന്ന് ജയാനന്ദിന്റെ ഹോളിഡേ നോട്ടിൽ കണ്ടിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അന്നത്തെ ഒരു അവസ്ഥയിൽ ഞാനൊരു കാര്യം ചോദിച്ചില്ല. ജയാനന്ദ് എന്നോട് ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, അയാൾ എന്നെ കാണാൻ വിളിക്കുന്നുണ്ട്, ഞാൻ പോകുന്നതിന് നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്കൊരു വിരോധമില്ല, നിങ്ങൾ കണ്ടോ. ഞാൻ അതിനകത്ത് അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളതോ നിങ്ങൾ എന്ത് സംസാരിച്ചു എന്നുള്ളതോ ഞാൻ ചോദിച്ചിട്ടില്ല ഇതുവരെ. എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അത് എന്നോട് പറയേണ്ടി വല്ല കാര്യമുണ്ട് ജയാനന്ദ് പറയും. അതാണ് എന്റെ വിശ്വാസം. അത് ഞങ്ങൾ തമ്മിലുള്ള വിശ്വാസം അതാണ്. അല്ല, മനുഷ്യന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ വരും. അത് പ്രശ്നങ്ങൾ പറഞ്ഞു മനുഷ്യന്മാര് തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ചാൻസുകൾ പലത് തന്നു. നിങ്ങളുടെ അടുത്ത് ഞാൻ തന്നെ വന്ന് സംസാരിച്ചു. നിങ്ങളുടെ അടുത്ത് ഞാൻ തന്നെ പറഞ്ഞു എനിക്കിതിനകത്ത് ഒരു റോളും ഇല്ല നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ. നിങ്ങൾ എനിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. നിങ്ങൾ പല പ്രമുഖരുടെയും പടം വെച്ചിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. നിങ്ങൾ പറ, എന്റെ അറിവിൽ നിങ്ങളാ ചെയ്തേ, അതിനറിയാം. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? അല്ല, അതൊക്കെയാണ് അത് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതിനാണ് ഞാൻ നിങ്ങളൊന്ന് കാണണമെന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അല്ല, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണ് സംസാരിക്കാനുള്ള ബേസിക് കാര്യങ്ങൾ സംസാരിക്കും. അത് എനിക്ക് ഓക്കെ ആണെങ്കിൽ കാണാം, എനിക്കില്ലെങ്കിൽ ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്ക് എന്റെ നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വളരെ സ്വസ്ഥമായി സന്തോഷമായി ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. ഞാൻ കാണണമെന്ന് പറയുന്നത് പിന്നെ എന്റെ ഫാമിലി ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. ഓക്കെ, അതൊക്കെ ഞാൻ മറന്ന സംഭവങ്ങളാണ്. ശരി. എനിക്ക് ഞാനങ്ങനെ ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടാക്കുന്ന ആളല്ല. നിങ്ങൾ നല്ലപോലെ ശത്രുക്കൾ ഉണ്ടാക്കുന്ന ആളാണ്. നിങ്ങളുടെ എല്ലാ സ്ഥലത്തും ശത്രുക്കൾ ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരുടെ അടുത്തും ഉപയോഗിച്ച ഒരേ നമ്പറാണ്. ഭാര്യയുടെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ അങ്ങ് മാറിപ്പോകും നിങ്ങൾ വിചാരിച്ചു. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് വേണ്ടിയ രീതിയിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ട് എന്റെ അടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചു. ഞാൻ എല്ലാ ഘട്ടത്തിലും നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസിൽ ഞാൻ ഇടപെട്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഇപ്പൊ പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പെട്ടിട്ടുണ്ടോ ഇല്ല, എന്നെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ നിങ്ങൾ എനിക്കെതിരെ ശ്രമിച്ചത്, നിങ്ങൾ എനിക്കെതിരെ ഈ സാധനങ്ങൾ പറഞ്ഞിട്ട് അത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പിന്മാറുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ആളാണ്. ഇപ്പൊ മനസ്സിലായല്ലോ. എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല. എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആളുകളെ ഞാൻ ബോധ്യപ്പെടുത്തിക്കോളാം. എനിക്ക് അതിന്റെ പേരിൽ ഒരു ഡാമേജും ഉണ്ടായിട്ടില്ല. ഇനി ബാക്കി പറ, ഇനിയത്തെ കാര്യം എന്താന്ന് പറയാം. ഫാമിലി വിഷയമല്ലെന്ന് പറഞ്ഞു. ഫൈൻ. എന്താണ് നിങ്ങൾ? അല്ല, എനിക്കൊന്ന് കാണണം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ വേണ്ടി അല്ല, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയുള്ള നിങ്ങൾക്ക് എന്താണ് സംസാരിക്കേണ്ടതെന്നുള്ള ബേസിക് സാധനം പറയും. അതിനകത്ത് കണ്ടിട്ട് കാര്യമുണ്ടോ വർത്തുണ്ടോ എന്നുള്ളത് ഞാനിവിടെ തീരുമാനിക്കേണ്ടതല്ലേ. കാരണം ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ 2 പ്രാവശ്യം അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ എന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ എന്റെ അടുത്ത് സംസാരിച്ച് സൗഹൃദത്തിന്റെ പേരിൽ ഞാൻ നിങ്ങളെ ബാംഗ്ലൂരിൽ അനുവദിച്ച് കാണാൻ. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ചെന്നൈയിൽ നിന്ന് അവിടെ വരെ ഡ്രൈവ് ചെയ്ത് വന്ന് നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ കണ്ടേ. നിങ്ങളുടെ വിഷയം ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു. അതിന്റെ അകത്തൊക്കെ ആ സംസാരത്തിന്റെ ശേഷമൊക്കെ നടന്ന ഗെയിമുകൾ സത്യം പലതും നിങ്ങൾ അറിയില്ല. അത് എനിക്ക് എന്റെ ഭാഗത്തുള്ള സാധനങ്ങൾ നിങ്ങൾ കേൾക്കണം എന്താന്നുള്ളത്. എനിക്ക് കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അതിനകത്ത് എന്താണ് സംഭവിച്ചെന്നുള്ളത് നിങ്ങൾക്ക് വേണേൽ പറയാം. എനിക്ക് യാതൊരു വിരോധമില്ല. നിങ്ങൾക്ക് പറയുന്നത് ഞാൻ കേൾക്കാൻ റെഡിയാണ്. പക്ഷെ അതിനകത്ത് വർത്താണോ നോക്കാതെ ഞാൻ എന്തിനാ നിങ്ങളുടെ കഴിഞ്ഞാണോ നമ്മൾ തമ്മിൽ പിരിഞ്ഞറിയാമല്ലോ. എന്റെ മോതിരം ഇപ്പോഴും ചളുങ്ങിയിരിക്കുക. നിങ്ങളെ അടിക്കേണ്ട അടി ഞാൻ ടേബിളിൽ അടിച്ചതാ ഇപ്പോഴും ചളുങ്ങിയിരിക്കുക. സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ വിജയകുമാർ എന്ന് പറയുന്ന റെസ്പെക്ട് ചെയ്യുന്ന ഒരാളുടെ മുന്നിൽ, നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളുടെ മുന്നിൽ വന്നിരുന്നാണ് സംസാരിച്ചത്. അന്ന് നിങ്ങൾ എന്നെ വട്ടം കറക്കാൻ ശ്രമിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഞാൻ കൈയെടുത്ത് മാറിയിരുന്നു. എനിക്കെതിരെ എന്ത് കേസ്? എന്റെ കമ്പനി പൂട്ടുമെന്ന് പറഞ്ഞ മാസങ്ങളായല്ലോ, എന്നിട്ട് പൂട്ടിയോ ഷർഷാദെ? ഞാൻ കമ്പനി പൂട്ടുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ള ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പൂട്ടിക്കുന്നത്. ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് പൂട്ടിക്കുന്നത്. നിങ്ങൾ പറഞ്ഞെന്ന് ഈ ഷാനവാസിന്റെ അടുത്തൊന്നും ഞാൻ പോയതല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആര് പോയാലും ഷർഷാദ് നിങ്ങൾ പറഞ്ഞത് കോട്ട് ചെയ്തിട്ട് നിങ്ങൾ വിജയകുമാറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ പൂട്ടിക്കുമെന്ന്, ഇല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. വിജയകുമാറിന്റെ മുമ്പിൽ പറയാലോ. ഞാനിപ്പോ പറഞ്ഞ അയാളെ പൂട്ടിക്കുന്നുള്ളു.
ഞാൻ നിങ്ങൾ അങ്ങനെ സ്ഥാപനം നിങ്ങൾ പൂട്ടുന്ന ഒരു ആളല്ല ഞാൻ. നിങ്ങളെ അതൊക്കെ പറയുന്നത് സ്ഥാപനം പൂട്ടിക്കുമെന്ന് കൃത്യമായി പറഞ്ഞു. നിങ്ങൾ എനിക്കെതിരെ ഉള്ളത് ഏതാ FIRC ഇതിന്റെ എവിഡൻസ് ഉണ്ട്. ഞാൻ അവിടെ എന്താ എനിക്ക് ഏറ്റവും മെസ്സേജിലുണ്ടല്ലോ. അത് നിതിൻ ഗഡ്കരി നിങ്ങളുടെ മടിയിരിക്കുന്ന ആളാണ്, എന്നാൽ നിർമ്മല സീതാരാമൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളാണ്, അവർ വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ പൂട്ടും എന്ന് പറഞ്ഞ വോയിസ് മെസ്സേജ് എൻ്റെ ഉണ്ട്. നിങ്ങൾ വർഗീയ കലാപം ഉണ്ടാക്കും സിനിമ ഇറങ്ങിയാൽ എന്നും പറഞ്ഞുകൊണ്ട് അയച്ച വോയിസ് മെസ്സേജ് എൻ്റെ ഉണ്ട്. ഇതൊന്നും ഞാൻ ഒരിടത്തും കൊടുത്തിട്ടില്ല, ഞാനൊന്നും വെളിവിട്ടിട്ടില്ല. നിങ്ങൾ തന്നെ പറഞ്ഞ, ഞാനല്ല പറഞ്ഞേ. നിങ്ങൾ പറ, നിങ്ങൾക്ക് കാണണമെന്നുള്ള റീസൺ എന്താണ് കാര്യങ്ങൾ, അത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന സാധനമാണ്, നമ്മൾ സംസാരിക്കാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഫാമിലി റിലേറ്റഡ് സാധനമല്ല. എനിക്ക് നിങ്ങളെ കാണണം, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഫാമിലി റിലേറ്റഡ് സബ്ജക്റ്റേ ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ അടുത്ത്. അതൊക്കെ അത് ഇപ്പോൾ ഒരു എക്സ്ട്രീമിസ്റ്റ് സ്റ്റെപ്പിൽ നിർത്തി നിൽക്കുകയാണ്. അത് ദൈവം എന്താ വിധിച്ചത് വരെ വരും, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ബിസിനസിനെ കുറിച്ചാണോ പിന്നെ സംസാരിക്കേണ്ടത്? എന്തിനെ കുറിച്ചാണ്? ബിസിനസ് ഞാൻ ജാനന്ദിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുമായിട്ട് ജീവിതത്തിൽ ഇനി ഒരു ബിസിനസ് ചെയ്യുമെന്ന് ഷർസാദ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമ്മൾ തമ്മിൽ ബിസിനസ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ഓക്കെ, ബിസിനസിന്റെ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ എങ്ങനെയാണോ പരിചയപ്പെട്ടത് ബിസിനസ് റിലേറ്റഡിലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനാണ്, അത്രേ ഉള്ളൂ. ഞാൻ ബിസിനസ് എനിക്ക് നിങ്ങളുമായിട്ട് ഒന്നും ചെയ്യാനില്ല. വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാനല്ല പറയുന്നത്. ബിസിനസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ ഇവിടെ ഒരു സെറ്റപ്പും കമ്പനിയൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യം, നിങ്ങൾ രക്ഷപ്പെടണം എന്നുള്ളതാണ് ആത്മാർത്ഥമായ എന്റെ ആഗ്രഹം. ഞാൻ നിങ്ങൾ പൊളിഞ്ഞോണമെന്നൊന്നും ആഗ്രഹിക്കത്തില്ല. നിങ്ങൾ ആരായാലും രക്ഷപ്പെടണം എന്നുള്ളതാണ്. അങ്ങനെ രാജേഷ്, അത് ആ ഒരു തെറ്റിദ്ധാരണയൊക്കെയാണ് തീർക്കേണ്ടത്. ഞാൻ തെറ്റിദ്ധാരണ നിങ്ങൾ അയച്ച മെസ്സേജിന് നിങ്ങൾ തെറ്റിദ്ധാരണ എന്ന് പറയുമോ? നിങ്ങൾ എനിക്ക് അയച്ച മെസ്സേജിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യമല്ല, വേറെ മൂന്നാമതൊരാൾ പറഞ്ഞല്ല. അപ്പൊ പിന്നെ നിങ്ങൾ തകർക്കും, ഇപ്പൊ പൊളിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഞാൻ ജീവിതത്തിൽ 1 രൂപയുടെ ഇല്ലീഗൽ സാധനം ചെയ്യാത്ത ഒരാളാണ്. എനിക്ക് അത്രയ്ക്ക് ഉറപ്പുള്ളതാണ് ഞാൻ ഇങ്ങനെ തല ഉയർത്തി തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നത് എനിക്കതിനകത്ത് വേറെ കാര്യങ്ങളില്ല. നിങ്ങൾക്ക് എന്താ ഞാൻ ബിസിനസ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഇല്ല. വേറെ എന്ത് കാര്യം സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിസിനസ് ചെയ്യാനല്ല ഞാൻ വിളിക്കുന്നത്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത്രേ ഉള്ളൂ. ബിസിനസ് ചെയ്യണമെന്ന് ഞാൻ അല്ല, നമുക്ക് ഫോണിൽ സംസാരിച്ചാൽ പോരെ, എന്തിനാ നേരിട്ട് കാണേണ്ട കാര്യമുണ്ടോ? അല്ല, എന്തായാലും നിങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ അത് ഒരു ഫോണിൽ സംസാരിക്കുന്നതിനെക്കാട്ടി ഒരു അരമണിക്കൂർ. ഞാനിപ്പോ എയർപോർട്ടിലാ. ഞാൻ ഇപ്പൊ ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി നിൽക്കുക. ഇന്ന് കാണാൻ എന്തായാലും പറ്റില്ല. ഞാൻ വരുന്നുണ്ടല്ലോ അടുത്ത ദിവസം. ഓക്കെ, ഞാൻ ഇപ്പൊ എയർപോർട്ടിലുള്ള എനിക്ക് ഫ്ലൈറ്റിന് ഞാൻ വെയിറ്റ് ചെയ്യാം. കേട്ടല്ലോ, ഷർസാദ് രാജേഷ് കൃഷ്ണനായിട്ട് സംസാരിക്കുന്നു. അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വെട്ടിമുറിച്ചതുപോലെ കൃത്യമായിട്ട് രാജേഷ് കൃഷ്ണ മറുപടി പറയുന്നു. ഇല്ലേ, എനിക്കൊന്ന് കാണണമായിരുന്നല്ലോ. അപ്പോൾ രാജേഷ് കൃഷ്ണ പറയുന്നത് നമ്മൾ തമ്മിൽ കാണേണ്ട കാര്യമില്ല ഷർസാദ്. ഞാൻ നിങ്ങളുടെ ഒരു കാര്യത്തിലും ഇടപെടുന്നില്ലല്ലോ. നമ്മൾ വേറെ വഴിക്ക് പോകുന്നല്ലേ നല്ലത്. അല്ല, ഒരു ചാൻസ് കൂടി. ഇത്രയും ഇയാൾ കള്ളനാണ്, കാവക്കാരനാണെന്ന് മറുനാടൻ സാജൻ്റെ ചാനലിൽ പോയിരുന്ന് പറഞ്ഞ് എന്തെല്ലാം, അതായത് ദേശീയ സുരക്ഷിതത്വ നിയമം അനുസരിച്ച് വരെ പിടിച്ച് അകത്താക്കാനുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നവനാണ് രാജേഷ് കൃഷ്ണ എന്ന് 3 എപ്പിസോഡിൽ നിറച്ചു പറഞ്ഞിട്ട് ഒരു മടിയുമില്ലാതെ ഈ ഷഹസാദ് മുനിയാണ്ടി വിളിച്ച് അയാളുടെ പറയാണ്, നമുക്ക് ഒരു ചാൻസ് കൂടി എനിക്ക് തരൂ, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. എന്തിനാ കാണണം? അപ്പോൾ ആലോചിച്ചു, ഇയാൾ എത്ര അഭിനയിക്കുന്ന ആളാണെന്ന് ആലോചിച്ചു. നമ്മൾ തമ്മിൽ കാണേണ്ട കാര്യമുണ്ടോ എന്ന് രാജേഷ് കൃഷ്ണ. അതിനകത്ത് ഞാൻ വേറൊന്നും കൊണ്ട് പറയുകയല്ല, നിങ്ങൾ ചെയ്യാവുന്ന ദ്രോഹമെല്ലാം എനിക്ക് ചെയ്തിട്ട്, പറയാവുന്ന കാര്യങ്ങളെല്ലാം എനിക്കെതിരായിട്ട് പറഞ്ഞിട്ട്, അതിപ്പോൾ എനിക്കൊന്ന് കാണണമായിരുന്നു. വീണ്ടും കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അത് ഈ ദേശദ്രോഹ നടപടികളൊക്കെ ചെയ്ത രാജേഷ് കൃഷ്ണയോട് പറയുകയാണ്, നമ്മൾ തമ്മിലൊന്ന് കണ്ടാൽ പ്രശ്നം പരിഹരിക്കാമെന്നാണ് പറയുന്നത്. അല്ലല്ല, നമ്മൾ ഒരിക്കൽ കണ്ടതാ. ഓർക്കുന്നുണ്ടോ? ഷഹസാദ് ഇങ്ങനെ കാലിൽ പിടിച്ച് വന്നിട്ട് നമ്മൾ ബാംഗ്ലൂരിൽ കണ്ടതാ. ഓർക്കുന്നുണ്ടോ? അതല്ലല്ലോ ഇന്നത്തെ സിറ്റുവേഷൻ. അപ്പോൾ ബാംഗ്ലൂരിൽ ചെന്ന് കാലെ പിടിച്ച് എനിക്കൊന്ന് കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കുറച്ച് ദിവസം മുമ്പ് ഈ പറയുന്ന രാജേഷ് കൃഷ്ണയെ കണ്ടിരിക്കുന്നു ഷഹസാദ്. അപ്പോൾ ഷഹസാദ് പറയാണ്, അതല്ലല്ലോ ഇന്നത്തെ സിറ്റുവേഷൻ, ഞാൻ ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്ന ആളല്ല എന്ന് രാജേഷ് കൃഷ്ണ. ഞാൻ അന്നും ഇന്നും ഒരുപോലെയാണ്. ഞാനൊരിക്കലും ഷഹസാദിൻ്റെ വഴിയിൽ വന്നിട്ടില്ല. ഷഹസാദിന് ഹെൽപ്പ് ചെയ്യാവുന്ന അത്രയും ഞാൻ ചെയ്തു. അതിനൊക്കെ തെറ്റിദ്ധാരണയുടെ പുറത്ത് അതൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല. ദൈവദോഷം കൊണ്ട് ചിലത് സംഭവിച്ചു. ഓക്കെ, എല്ലാവരുടെ ലൈഫിലും ഓരോന്ന് കയറി വരും. പക്ഷേ എന്നെ വേട്ടയാടാനായി ഞാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല ഷഹസാദ്, ഉണ്ടോ എന്നാണ് അതിന് മറുപടിയായി ഈ രാജേഷ് കൃഷ്ണ ചോദിക്കുന്നത്. അതൊക്കെ ഞാനൊന്ന് കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞാൽ
ഞാൻ എങ്ങനെ ആയിരിക്കില്ല ഷർസാദ്, നമ്മളിപ്പോൾ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ ആയിരിക്കില്ല നിന്നെ ഞാൻ കണ്ടാൽ. അതായത് നിനക്ക് ഞാൻ നന്നായിട്ട് നിന്നെ ഞാൻ പൂശും എന്നാണ് എൻ്റെ അർത്ഥമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയ്ക്കും അയാളുടെ പേരിൽ ഡാമേജ് വരുത്തില്ല ഈ മനുഷ്യൻ. കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ഞാനാണ് വന്ന് സംസാരിച്ചത് ആണല്ലോ ഷസാദേ. എന്താണ് പ്രശ്നം? കുറേ കാര്യങ്ങൾ ഞാനപ്പം മനസ്സിലാക്കി. എനിക്കൊന്ന് കാണണം അത്രയേ ഉള്ളൂ എന്നാണ് വീണ്ടും ഷസാദ് പറയുന്നത്. മനസ്സിലാക്കി? എന്ത് മനസ്സിലാക്കി? നിങ്ങൾക്ക് പറയാനുള്ളത് സംസാരിക്കും, പറയുന്നതിൽ ലോജിക് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇതാണ് രാജേഷ് കൃഷ്ണ പറയുന്ന മറുപടി. നിങ്ങൾ കഴിഞ്ഞ തവണ കണ്ടപ്പോഴും ഇതുപോലെ ഒരുപാട് സംസാരിച്ചു, ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ അവിടെ നിന്ന് നേരെ പോണത് മറുനാടൻ്റെ ചാനലിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ കാണണ്ട, അഥവാ കാണണമെങ്കിൽ നിങ്ങൾ ആദ്യം വിഷയം പറ, അതിലെന്തെങ്കിലും ലോജിക് ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് കാണാം എന്നാണ് രാജേഷ് കൃഷ്ണ പറയുന്നത്. മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ ഞാനെത്ര തെറ്റ്, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഞാനില്ല എന്ന് പറയുന്നില്ല. തെറ്റിയതൊന്നും ഷർസാദ് സമ്മതിക്കുന്നു. അന്നത്തെ എൻ്റെ മെൻറ്റാലിറ്റി സിറ്റുവേഷൻ അതായിരുന്നു, നിങ്ങൾക്കും അതറിയാമല്ലോ എന്നാണ് രാജേഷ് കൃഷ്ണയോട് ചോദിക്കുന്നത്. നിങ്ങൾ എനിക്കെതിരെ പണിയുന്ന എല്ലാ പണിയും നിങ്ങൾ ചെയ്തു. നിങ്ങൾ എനിക്കെതിരെ അയച്ച എല്ലാ മെയിലിൻ്റെ കോപ്പികളും എൻ്റെ കയ്യിലുണ്ട്. ഷർസാദേ, ഞാൻ ഒറ്റ കാര്യം പറയാം. നിങ്ങൾ രണ്ടുപേരെ ചില ഘട്ടങ്ങളിലായി എൻ്റെ ബിസിനസ് തകർക്കാനും എൻ്റെ ബിസിനസ് പൊളിക്കാനും മാക്സിമം ട്രൈ ചെയ്തു. ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണ്. അങ്ങനെ പൊളിക്കാൻ ശ്രമിച്ചത് തെറ്റാണ്. നിങ്ങളുടെ ഏതെങ്കിലും ബിസിനസ് ഞാൻ ചെന്നൈയിൽ നിന്നും എടുത്തിട്ടുണ്ടെങ്കിൽ പറയൂ എന്നായി ഷർസാദ്. ചെന്നൈയിൽ നിന്നും എടുത്താലും ഇല്ലേലും നിങ്ങൾ എനിക്കെതിരെ അയച്ച മെയിലുകൾ, എനിക്കെതിരെ അയച്ച സാധനങ്ങൾ എല്ലാം എന്നല്ല പലതും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രം എന്നോട് പറയരുത് ഷർസാദെ എന്നാണ് രാജേഷ് കൃഷ്ണ പറയുന്നത്. അയാളെ പണിഞ്ഞ് നാമാവിശേഷമാക്കാവുന്ന പണിയെല്ലാം പണിഞ്ഞ് പൊളിഞ്ഞ് നിൽക്കുകയാണ് ഷർസാദ്. ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, തെറ്റ് എൻ്റെ അടുത്തുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ ഞാനതൊക്കെ ചെയ്തു. ജയാനന്ദനോട് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രാജേഷ് കൃഷ്ണ പറയാണ്, ഞാനൊരു കാര്യവും ചോദിച്ചിട്ടില്ല, ജയാനന്ദൻ എന്നോടൊരു കാര്യമേ ചോദിച്ചിട്ടുള്ളൂ. അയാൾ എന്നെ കാണാൻ വിളിക്കുന്നുണ്ട്, ഞാൻ അയാളെ കാണാൻ പോകുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്ന് ജയാനന്ദൻ എന്നോട് ചോദിച്ചു. എനിക്കൊരു വിരോധവുമില്ല, നിങ്ങൾ കണ്ടോ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. പിന്നെ അവർ കുറേ സംസാരിക്കുന്നു. രാജേഷ് കൃഷ്ണയും അദ്ദേഹത്തിന് പരിചയമുള്ള രാഷ്ട്രീയ നേതാക്കളുമായി നിൽക്കുന്ന ഫോട്ടോകൾ എടുത്ത് ഷെർസാദ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതും അവരുമായി രാജേഷ് കൃഷ്ണയ്ക്ക് അവിഹിത ബന്ധമെന്നൊക്കെ 3 മണിക്കൂർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് എന്താ പറയുക, എന്തെങ്കിലും ദോഷം എനിക്കുണ്ടായോ എന്നൊക്കെ ഇയാൾ ചോദിക്കുന്നുണ്ട്. ആര്? രാജേഷ് കൃഷ്ണ ചോദിക്കുന്നുണ്ട്. ഷെർസാദ് ബബ്ബ എന്ന് പറഞ്ഞിരിക്കുന്നു, മറുപടി പറയാൻ പറ്റുന്നില്ല. അയാൾ രാജേഷ് കൃഷ്ണ സീതാറാം യെച്ചൂരിയായിട്ട് നിൽക്കുന്ന ഫോട്ടോ, തമാശ പറഞ്ഞ് ചിരിക്കുന്ന ഫോട്ടോ, പിണറായി വിജയനുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ, തോമസ് ഐസക്കുമായിട്ട്, അങ്ങനെ അയാൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട് എന്നുള്ള ഫോട്ടോ അയാൾ തന്നെയാണ് പരസ്യമായി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ഫോട്ടോകൾ എടുത്തിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുഴുവൻ നശിപ്പിക്കുന്നത് ഈ നേതാക്കന്മാരുമായി ചേർന്ന് രാജേഷ് കൃഷ്ണയാണ് എന്നുള്ള രീതിയിലാണല്ലോ ഈ 3 മണിക്കൂർ ചർച്ചയിൽ സാജനും ഷെർസാദും കൂടെ ചെയ്തത്. അപ്പോൾ അയാൾ ചോദിക്കുന്നു, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ദോഷം എനിക്ക് വന്നിട്ടുണ്ടോ എന്നാണ്. കാരണം ഞാൻ നേരെ പോ ബിസിനസ് ചെയ്യുന്ന ആളാണ്, എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നാണ് രാജേഷ് കൃഷ്ണ പറയുന്നത്. നിങ്ങൾ എന്ത് കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളതെന്ന് പറയൂ എന്ന് വീണ്ടും രാജേഷ് കൃഷ്ണ ചോദിക്കുന്നു. അതെനിക്ക് കേൾക്കാൻ പറ്റിയതാണെങ്കിൽ സംസാരിക്കാം, നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. സ്വസ്ഥമായി സന്തോഷമായി ജീവിക്കുന്ന ആളാണ് ഞാൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടല്ല. ഓക്കെ, ആര് പറയുന്നത്? ഷെർസാദ് പറയണം, ഞാൻ കാണണം എന്ന് പറയുന്നത് രതിനി ഞാനുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം തകർന്നതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനല്ല. അതൊക്കെ ഞാൻ മറന്ന സംഭവങ്ങളാണ്. ഞാൻ അങ്ങനെ ജീവിതത്തിൽ ശത്രുക്കളെ ഉണ്ടാക്കുന്ന ആളല്ല എന്നാണ് ഷെർസാദ് പറയുന്നത്. ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ രാജേഷ് കൃഷ്ണ പറയുകയാണ്, നിങ്ങൾ നല്ല പോലെ ശത്രുക്കളെ ഉണ്ടാക്കുന്ന ആളാണ്. നിങ്ങളുടെ എല്ലാ സ്ഥലത്തും ശത്രുക്കളുണ്ട്, എല്ലായിടത്തും നിങ്ങളെടുത്ത് കളിച്ചത് ഒരേ നമ്പരാണ്. ഭാര്യയെക്കുറിച്ച് പറഞ്ഞാൽ ഞാനങ്ങ് മാറിപ്പോവും എന്ന് നിങ്ങൾ ധരിച്ചു. നിങ്ങൾ ചെയ്തതെന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യത്തിനായി ഓരോ കാര്യങ്ങളും നിങ്ങൾ വളച്ചൊടിച്ചു. അതായത് ഷർസാദിൻ്റെ ഭാര്യയുമായി രതീനുമായി രാജേഷ് കൃഷ്ണയ്ക്ക് മാനസികമായ അടുപ്പമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിരളുമെന്ന് നിങ്ങൾ വിചാരിച്ചു.
പക്ഷേ ഞാൻ അങ്ങനെ വരലൂല. അത് നിങ്ങൾക്ക് തരാതരം പോലെ കളിക്കാൻ വേണ്ടി നിങ്ങൾ കളിച്ചതാണെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസിൽ ഞാൻ ഇടപെട്ടിട്ടില്ല എന്ന് നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തി. അന്ന് ബാംഗ്ലൂരിൽ എവിടെ വെച്ച് കണ്ടപ്പോൾ ബോധ്യപ്പെടുത്തിയിരുന്നു. ഞാനും നിങ്ങളുടെ ഫാമിലിയായിട്ട് യാതൊരു ബന്ധവുമില്ല, നിങ്ങളുടെ രതീനായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ ബോധ്യപ്പെടുത്തിയതാണല്ലോ എന്നാണ് രാജേഷ് കൃഷ്ണ ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് ബോധ്യപ്പെടുത്തി. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ എന്നെനിക്കറിയില്ല. ബോധ്യപ്പെട്ടാലും ഇല്ലേലും അതെന്നെ ബാധിക്കുന്ന വിഷയവുമല്ല. നിങ്ങൾ ശ്രമിച്ചത് എനിക്കെതിരെ അത്തരം കാര്യങ്ങൾ പറഞ്ഞ് അത് കേട്ട് ഞാൻ പിന്മാറും എന്ന് കരുതി. നിങ്ങൾ അത് കേട്ടാൽ, അവിടെയാണ് അയാൾ ഒരാണാണെന്ന് എനിക്ക് തോന്നിയത്. അത് കേട്ടാൽ ഞാൻ കൂടുതൽ ചേർന്ന് നിൽക്കുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. എനിക്ക് ബോധ്യപ്പെടുത്തേണ്ടവർക്ക് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തോളാം. അതിൻ്റെ പേരിൽ എനിക്കൊരു ഡാമേജും ഉണ്ടായിട്ടില്ല. ഫാമിലി വിഷയം ഞാനല്ലേ ഷർസാദ് പറഞ്ഞത്? ഇനി ഏത് വിഷയമെന്ന് പറ. ഫാമിലി വിഷയം അല്ല എന്നല്ലേ ഷർസാദ് പറഞ്ഞത്? ഇനി ഏതാണ് വിഷയമെന്ന് പറ. അല്ല, എനിക്കൊന്ന് കാണണം, അത്രയേ ഉള്ളൂ. ഇയാൾക്ക് ഒന്ന് കണ്ടാൽ മതി കേട്ടോ. എന്തോ കുനിഷ്ടു വെച്ച് എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാനോ അതുകൊണ്ടൊന്ന് മറുനാടനിൽ കൊടുക്കാനോ എന്തോ ആണ്. കണ്ടിട്ട് കാര്യമുണ്ടോ എന്ന് ആദ്യം ഞാൻ അറിയട്ടെ, എന്നിട്ട് കാണണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇതുപോലെ തന്നെ സൗഹൃദത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ ബാംഗ്ലൂരിൽ കണ്ടു. നിങ്ങൾ കാർ ഓടിച്ച് ബാംഗ്ലൂരിൽ വന്നു, ഓർമ്മയുണ്ടോ? ചെന്നൈയിൽ നിന്നാണല്ലോ നിങ്ങളന്ന് വന്നത്. എൻ്റെ കാര്യം പറയാനോ ഒന്നും അല്ലല്ലോ, ആണോ? നിങ്ങളുടെ കാര്യം പറയാൻ. അതിനുവേണ്ടിയാണ് ബാംഗ്ലൂർ വരെ കാർ ഓടിച്ച്, ചെന്നൈയിൽ നിന്ന് കാർ ഓടിച്ച് ചെന്നത്. അല്ലാതെ രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ ആളുടെ കാര്യം പറയാനോ മറ്റു കാര്യങ്ങൾ പറയാനോ ഒന്നും അല്ല ചെന്നത്. അയാളുടെ സ്വകാര്യം പറയാനാണ് ചെന്നത്. നിങ്ങളുടെ കാര്യം പറയാൻ ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ അന്ന് വന്നത്? അല്ലല്ലോ. ആ സംസാരത്തിന് ശേഷം നടന്ന പല ഗെയിമുകളും നിങ്ങൾക്കറിയില്ല. ആര്? ഷെർസാദ് പറയാണ്. നമ്മൾ തമ്മിൽ സംസാരിച്ച് പിരിഞ്ഞല്ലോ. നമ്മൾ പിരിഞ്ഞ ശേഷം പല ഗെയിമുകളും ഇവിടെ നടന്നു. അത് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ അടുത്ത് വീണ്ടും ഈ രാജേഷ് കൃഷ്ണയെ കുഴിച്ചാടിക്കാനുള്ള പരിപാടിയാണ്. എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. എനിക്ക് കുഴപ്പമൊന്നുമില്ല ഷർസാദ് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ. എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിരിക്കാം. അത് വാർത്തയായി കാണും. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ തവണ കണ്ടതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളെ തല്ലേണ്ടത് ഞാൻ മേശമേലടിച്ച് എൻ്റെ മോതിരം ഞളുങ്ങിയത് മാത്രമാണ് അന്ന് മിച്ചം. അതായത് സംസാരിച്ച് ഈ വീട്ടുകാരെയോ ഭാര്യയെപ്പറ്റിയോ അനാവശ്യം മമ്മൂട്ടിയെപ്പറ്റിയോ എന്തോ പറഞ്ഞപ്പോൾ സഹി കെട്ടപ്പോൾ ഷർസാദിൻ്റെ ചവിട്ടത്ത് അടിക്കുന്നതിന് പകരം രാജേഷ് കൃഷ്ണ മേശപ്പുറത്ത് അടിച്ചു. ഏതോ ഹോട്ടലിലായിരിക്കും. അങ്ങനെ എൻ്റെ മോതിരം ഞളുങ്ങിപ്പോയി എന്നുള്ളതല്ലാതെ എനിക്കൊരു ഗുണവും അതിലുണ്ടായില്ല എന്നാണ് അയാൾ പറയുന്നത്. ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന വിജയകുമാർ എന്ന ആളുടെ മുന്നിൽ വന്നിരുന്നാണ് നിങ്ങളന്ന് സംസാരിച്ചത്. ഒരു മീഡിയേറ്റർ നടുക്കൊരാളുണ്ടായിരുന്നു, ഒരു വിജയകുമാർ. അന്ന് നിങ്ങൾ എന്നെ വട്ടം കറക്കിയിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? എൻ്റെ കമ്പനികൾ പൂട്ടിക്കുമെന്ന് അന്ന് ഷർസാദ് പറഞ്ഞു. എന്നിട്ട് പൂട്ടിച്ചോ? ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഷർസാദ് പറയുന്നത്. അയാൾ ഈ മറുനാടനിൽ 1000 വട്ടമാണ് പറഞ്ഞിരിക്കുന്നത്. അയാളുടെ എല്ലാ കമ്പനിയും ഞാൻ പൂട്ടിച്ചെന്ന്, ലണ്ടനിലുള്ള കമ്പനി അടക്കം എല്ലാം ഞാൻ പൂട്ടിച്ചു എന്ന് അഭിമാനത്തോടെ പറഞ്ഞിട്ട് ഇപ്പോൾ പറയാണ് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഷർസാദ് എന്ന് പറയുന്ന ആൾ ഏത് കള്ളവും ഏത് കളിയും കളിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പൂട്ടിക്കുമെന്ന് പറഞ്ഞുവെന്ന്. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടുമല്ല ഷാനവാസ് പറയുന്നത്. എന്നാൽ ഇയാൾ നിങ്ങൾ വിജയകുമാറിനോട് പൂട്ടിക്കുമെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല. ഉണ്ട്, നിങ്ങൾ വിജയകുമാറിനോട് പറഞ്ഞിട്ടുണ്ട്. നിതിൻ ഗഡ്കരി നിങ്ങളുടെ മടിയിലിരിക്കുന്ന ആളാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അപ്പോഴാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് എന്താ? ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ, മുസ്ലിങ്ങളുടെ ഇടയിൽ കമ്മ്യൂണിസത്തിൽ ആൾക്കാരില്ലാത്തടത്ത് ഞാൻ പക്ക കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ ആൾ രാജേഷ് കൃഷ്ണയെ ബാംഗ്ലൂർ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിങ്ങളുടെ ഷർസാദിൻ്റെ മടിയിലാണ് ഇരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിർമ്മല സീതാരാമൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളാണ് എന്ന് നീ എന്നോട് പറഞ്ഞില്ലേ? അവർ വിചാരിച്ചാൽ എന്നെ പൂട്ടുമെന്ന് നിങ്ങളയച്ച വോയിസ് മെസ്സേജ് എൻ്റെ കൈവശമുണ്ട്. അതായത് നിർമ്മല സീതാരാമനെ കൊണ്ട് രാജേഷ് കൃഷ്ണയുടെ എല്ലാ കമ്പനിയും പൂട്ടിക്കും എന്ന് പറഞ്ഞ ഓഡിയോ മെസ്സേജ് രാജേഷ് കൃഷ്ണയുടെ കയ്യിലുണ്ട്. പുഴു ഇറങ്ങിയാൽ വർഗീയ കലാപം ഉണ്ടാക്കുമെന്ന് നിങ്ങൾ പറഞ്ഞ വോയിസ് മെസ്സേജ് എൻ്റെ കൈവശമുണ്ട്. ആലോചിക്കൂ, എത്ര ദ്രോഹിയാണെന്ന് ആലോചിച്ചു. പുഴു എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയാൽ കേരളത്തിൽ വർഗീയ കലാപം ഞാൻ ഉണ്ടാക്കും, അതിന് സാജനെ പോലുള്ളവരെ കൂട്ടുപിടിക്കും, മമ്മൂട്ടി ഒരു വരേണ്യവർഗത്തെ കളിയാക്കുന്നവനാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ ഓഡിയോ മെസ്സേജ് ഉണ്ടെന്നാണ്
രാജേഷ് കൃഷ്ണ പറയുന്നത്. നിങ്ങൾ പറഞ്ഞ ഷെർസാദ് അയച്ചു തന്ന ഓഡിയോ മെസ്സേജ് എൻ്റെ ഉണ്ടെന്നാണ് പറഞ്ഞത്. മറന്നോ ഇതൊക്കെ എന്ന് അയാൾ ചോദിക്കുന്നു. ഇതൊന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, ഞാൻ വെളിയിൽ വിട്ടിട്ടില്ല. നിങ്ങൾ തന്നെ പറഞ്ഞതാ ഷെർസാദെ, ഞാനല്ല പറഞ്ഞത്. നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്നെ കാണാനുള്ള റീസൺ പറ. നമുക്ക് സംസാരിക്കാൻ പറ്റിയ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കാണാം, സംസാരിക്കാം. ആദ്യം കാര്യം പറ. ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി റിലേറ്റഡ് വിഷയമല്ല, നിങ്ങളെ ഒന്ന് കാണണം, അത്രയേ ഉള്ളൂ. ഫാമിലി റിലേറ്റഡ് സബ്ജക്റ്റ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നില്ല. അത് ദൈവം വിധിച്ചതുപോലെ ആവട്ടെ. അപ്പോൾ രാജേഷ് കൃഷ്ണ ചോദിക്കുകയാണ്, ബിസിനസ് കാര്യമാണോ? അതെ, ഞാൻ ജയാനന്ദനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ രാജേഷ് കൃഷ്ണ പറയുകയാണ്, ഞാനിനി ജീവിതത്തിൽ ഷെർസാദുമായൊരു ബിസിനസ്സിനും ഇല്ല. ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് ഷെർസാദ് വിചാരിക്കുന്നുണ്ടോ? നമ്മൾ തമ്മിൽ ബിസിനസ് ചെയ്യണം എന്ന് പറയാനല്ല ഞാൻ നിങ്ങളെ വിളിച്ചത്. ബിസിനസ്സിനാണെന്ന് പറഞ്ഞിട്ട് പറയാം. ഞാൻ നിങ്ങളോട് കാണണമെന്ന് പറഞ്ഞതേ ബിസിനസ് ചെയ്യാൻ വേണ്ടി അല്ല. നമ്മൾ പരിചയപ്പെട്ടത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടാണ്. അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പ്ലീസ് പ്ലീസ് എന്ന് ഇയാൾ പറയുന്നു. ബിസിനസ് ഒന്നും നിങ്ങളോട് സംസാരിക്കാനില്ല ഷെർസാദെ. ബിസിനസ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ഞാനിവിടെ ബിസിനസ്സും സെറ്റപ്പും ഒക്കെ ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യം, നിങ്ങൾ ബിസിനസ്സിൽ രക്ഷപ്പെടണം. അതാണ് എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം. ഞാൻ നിങ്ങൾ മുടിഞ്ഞു പോകണം എന്നൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല. ഞാൻ ഒരു തെറ്റിദ്ധാരണ മാറ്റണം എന്ന മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഏത് 3 മണിക്കൂർ രാജേഷ് കൃഷ്ണ രാജ്യദ്രോഹിയാണെന്നും അയാളുടെ ഭാര്യയെ അയാളിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പോയവനാണെന്നും എന്തെല്ലാം കൊള്ളരുതായ്മകൾ പറയുമ്പോൾ അതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, എനിക്ക് നിങ്ങളുമായിട്ടുള്ള തെറ്റിദ്ധാരണ മാറ്റണം, അതൊരാഗ്രഹമാണെന്ന് പറയുന്നു. തെറ്റിദ്ധാരണ ഒന്നും അല്ല ഷെർസാദെ. നിങ്ങളയച്ച മെസ്സേജുകൾ നിങ്ങൾ തെറ്റിദ്ധാരണ എന്ന് പറയുമോ? നിങ്ങൾ സ്വഭാവത്തോടാണല്ലോ എനിക്ക് അയച്ചത്. അത് നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടായിച്ചു എന്ന് പറയുമോ എന്നാണ് രാജേഷ് കൃഷ്ണ ചോദിക്കുന്നത്. നിങ്ങൾ എനിക്ക് അയച്ച മെസ്സേജിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മൂന്നാമതൊരാൾ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞ കാര്യവുമല്ല, നിങ്ങൾ തകർക്കും, നിങ്ങൾ പൊളിക്കും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജീവിതത്തിൽ 1 രൂപയ്ക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുറകെ നടന്ന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന രാജേഷ് കൃഷ്ണ പറയുന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്തൊരു വാക്ക് അണ്ടർലൈനിട്ട് കേട്ടോളൂ. ഞാൻ ജീവിതത്തിൽ 1 രൂപയ്ക്ക് ഇല്ലീഗൽ ചെയ്യാത്ത ഒരാളാണ്. അയാൾക്ക് അത്രയും അടിച്ച് പറയാൻ കഴിയുന്നുവെങ്കിൽ ഈ മറുനാടനും ഈ പറയുന്ന ഷെർസാദുക്ക് വിചാരിച്ച എന്തെങ്കിലും നടക്കുമോ? ഞാൻ ജീവിതത്തിൽ 1 രൂപയ്ക്ക് ഇല്ലീഗൽ ചെയ്യാത്ത ഒരാളാണ്. എനിക്ക് അത്രയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ തലയുയർത്തി നിൽക്കുന്നത്. ഷെർസാദെ, ആൾ മാറിപ്പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നു, ഷെർസാദിൻ്റെ കൂടെ ബിസിനസ് ചെയ്യാൻ ഞാനില്ല. വേറെന്താ പറയാനുള്ളത്? ബിസിനസ് ചെയ്യാനല്ല ഞാൻ വിളിക്കുന്നത്, എനിക്ക് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത്രയേ ഉള്ളൂ. നമ്മളത് ഫോണിൽ സംസാരിച്ചാൽ പോരെ? നേരിൽ കാണേണ്ട കാര്യമുണ്ടോ? നിങ്ങളിവിടെ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞു, അതൊക്കെ അന്വേഷിച്ച് പിടിച്ച് വെച്ചിരിക്കുന്നു. ഈ രാജകൃഷ്ണ ഇവിടെ ഉണ്ടതൊക്കെ ഫോണിൽ സംസാരിക്കുന്നതിനേക്കാൾ 1.5 മണിക്കൂർ. ഞാനിപ്പോൾ എയർപോർട്ടിലാണ്, ഫ്ലൈറ്റ് പിടിക്കാൻ നിൽക്കുക. ഇന്ന് കാണാൻ പറ്റില്ല, ഞാൻ വരുന്നുണ്ട് അടുത്ത മാസം, അടുത്ത ദിവസങ്ങളിൽ. ഓക്കെ, ഞാൻ എയർപോർട്ടിലാണ്, ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ തിരിച്ചു വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞാണ് രാജേഷ് കൃഷ്ണ ആ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചത്. ഇത്രയും വിശദമായി ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കും, എന്തിനാ ഇതൊക്കെ ഇവിടെ പറയാൻ പോയത്? ഇതിലെവിടെയെങ്കിലും ഒരു വരിയിൽ ഷെർസാദ് പറയുന്ന അല്ലെങ്കിൽ മറുനാടൻ സാജൻ പറയുന്നത് പോലുള്ള ഒരു ക്രിമിനലാണോ രാജേഷ് കൃഷ്ണ എന്ന് നിങ്ങൾ ഇത് കാണുന്നവർ വിലയിരുത്തിക്കൊള്ളൂ. പക്ഷേ രാജേഷ് കൃഷ്ണയെ മുന്നിൽ നിർത്തിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അല്ലെങ്കിൽ മമ്മൂട്ടിയെയും കരിവാരിത്തേക്കാൻ വേണ്ടി കളിച്ച നല്ല ഡ്രാമയാണിത്. അതിനെ അറിഞ്ഞോ അറിയാതെയോ മറുനാടൻ സാജന് നിന്നു കൊടുത്തു. എന്തായാലും ഇതിവിടെ കൊണ്ട് അവസാനിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇതിനൊന്നും മമ്മൂക്ക മറുപടി പറഞ്ഞില്ല. ഞാൻ പറയുന്നത്, ഈ പ്രോഗ്രാം പുഴു സംവിധാനം ചെയ്ത ഈ ഷെർസാദിൻ്റെ ആദ്യത്തെ അവസാനത്തെയും ഭാര്യ ആയിരിക്കും ചിലപ്പോൾ, രതീന. ഈ പ്രോഗ്രാം കാണുകയാണെങ്കിൽ എനിക്ക് രതീനയോട് പറയാനുള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും രാജേഷ് കൃഷ്ണയും നിങ്ങളെ സഹായിച്ച രാജേഷ് കൃഷ്ണയും മമ്മൂട്ടി എന്ന് പറഞ്ഞ മഹാനെയും ഒരു സവർണാധിപത്യത്തെ തകർക്കാൻ നടക്കുന്ന, വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ നടക്കുന്നവരെന്നൊക്കെ പറഞ്ഞ് ഇത്രയും ഡാമേജ് വരുത്തുമ്പോൾ രതീന മൗനം പാലിക്കരുത്. നിങ്ങൾ തുറന്ന് കാര്യങ്ങൾ സംസാരിക്കണം. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടായത് എങ്ങനെയെന്ന് സംസാരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെയും ഷെർസാദിൻ്റെയും ജീവിതത്തിലേക്ക് രാജേഷ് കൃഷ്ണ കടന്നു വന്നിട്ടുണ്ടോ എന്ന് സംസാരിക്കണം. അല്ല, നമുക്ക് മുസ്ലിങ്ങൾക്ക് എല്ലാവരും കൂടി ചേർന്ന്
സവർണ സമുദായക്കാരെ കളിയാക്കുന്ന ഒരു സിനിമ എടുക്കാമെന്ന് മമ്മൂട്ടി നിങ്ങളോട് പറഞ്ഞോ എന്ന് നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ പറഞ്ഞാൽ ഈ കാര്യങ്ങൾക്കൊരു ക്ലിയർ വരും. രതീന അതുകൊണ്ട് ഏതെങ്കിലും ഇൻ്റർവ്യൂവിന് വരുമ്പോൾ മറ്റേ മനോരമ ഇൻ്റർവ്യൂ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതുപോലെ ഫാമിലി കാര്യം ചോദിക്കരുത് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്. ഇനിയെങ്കിലും രതീന വാ തുറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു മനുഷ്യനെ, എൻ്റെ പൊന്നു ഷർസാദെ, മമ്മൂട്ടിയെ തകർക്കാനൊക്കെ ഇത്തിരി കടുപ്പാണ്. അത് സാജനും ഓർക്കുന്നത് നല്ലതാണ്. ബുക്കിംഗ് തുടങ്ങി അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിയുമ്പോൾ 1 കോടി രൂപയുടെ ടിക്കറ്റ് വിറ്റുപോയി ടർബോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ. ഇപ്പോൾ അത് 2 കോടി എന്തോ കഴിഞ്ഞു. അങ്ങനെ നടക്കില്ലെന്നേ. മമ്മൂട്ടി മോഹൻലാലിനെയൊക്കെ തകർക്കാൻ ഇത്തിരി കടുപ്പമാണ്, ഇത്തിരി നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. മലയാളി അത്ര പൊട്ടന്മാരൊന്നും അല്ല. അതുകൊണ്ടാണല്ലോ ഈ 2 കോടി രൂപ റിസർവേഷൻ നടത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും ഇത് ഇപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇതിപ്പോൾ ചെയ്തതെന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും രാജേഷ് കൃഷ്ണയെയും മമ്മൂട്ടിയുമൊക്കെ പ്രതിപ്പട്ടി നിർത്തിക്കൊണ്ട് സാജനും നമ്മുടെ ഷെർസാദും ഒക്കെ കൂടെ ചേർന്ന് കളിക്കുന്ന കളി മലയാളികൾ മനസ്സിലാക്കണം. മമ്മൂട്ടിക്ക് എന്താ പറയുക, ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു ജാതിയെ ഒരു മതത്തിനെ കളിയാക്കിക്കൊണ്ടുള്ള സിനിമ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹം അത് ചെയ്യുകയില്ല. അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്. പക്ഷേ അയാൾക്ക് BJPക്കാരോട്ടും അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസ്സുകാരുമായിട്ടും എല്ലാ പാർട്ടിക്കാരുമായിട്ടും നല്ല സൗഹൃദം പുലർത്തുന്ന മനുഷ്യനെ ഒരു കള്ളിക്കകത്ത് കയറ്റി നിർത്തി അപഹസിക്കാൻ നടക്കുന്ന ശ്രമങ്ങളിൽ ഇനിയെങ്കിലും നിങ്ങളാരും പെടരുത് എന്ന് പറയാനാണ് ഈ എപ്പിസോഡ് ചെയ്തത്. എന്തായാലും എൻ്റെ ഈ പ്രോഗ്രാമിലൂടെയെങ്കിലും നിങ്ങൾക്കത് വ്യക്തമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം രാജേഷ് കൃഷ്ണ ഫോണിലൂടെ സംസാരിക്കുന്നത് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടാണ്. മറ്റേ ഷെർസാദ് എന്ന് പറഞ്ഞാൽ ബബ്ബ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കളിച്ചത് ഷെർസാദാണ്. അതിന് സാജൻ കൂട്ടുനിന്നു എന്നുള്ളത് തെളിയിക്കുക അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അത് വിജയിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള വർത്തമാനം ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി ഞാൻ ഇതിന് വിശദീകരണമൊന്നും കൊടുക്കില്ല. ഇപ്പോൾ എന്നെ തെറി പറഞ്ഞുകൊണ്ട് എന്നെ സാജൻ ഇനി അതിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ചെയ്തില്ല. അവിടെ ഇൻ്റർവ്യൂവിന് വരുന്നവരുടെയൊക്കെ ശാന്തിവിളയെക്കുറിച്ച് ചോദിക്കാനാണ് സാജന് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അത് നടക്കട്ടെ. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നവുമല്ല, എൻ്റെ വീട്ടുകാരെയും ബാധിക്കില്ല. കാരണം ഞാനും എൻ്റെ വീട്ടുകാരെ ഇതൊന്നും കാണുന്ന ആളുകളല്ലാത്തൊരു പ്രശ്നമില്ല. നടക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, സാജന് പറ്റിയൊരു എതിരാളിയല്ല ഞാൻ. കാരണം ഞാനൊരു ഒതുങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങളെപ്പോലെ ചങ്കൂറ്റമൊന്നുമില്ല, തൊലിക്കട്ടിയും ഇല്ല. നിങ്ങളെപ്പോലെ 10-50 ലക്ഷം രൂപ മാസം വരുമാനവുമില്ല. അതുകൊണ്ട് സാജന് പറ്റിയ എതിരാളി അല്ലാത്തതുകൊണ്ട് സാജൻ എന്നെ ഉപദ്രവിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഉപദ്രവിച്ചാൽ പുല്ല് വില പോലും ഞാൻ നൽകില്ല എന്നും പറഞ്ഞുകൊണ്ട്, എന്തെല്ലാം ഇനി എന്നെപ്പറ്റി ഇല്ലാത്ത കഥകൾ ഇപ്പോൾ മമ്മൂട്ടിയെ പറ്റി പറഞ്ഞ പോലെ തന്നെ എന്നാൽ ഈ ദിനേശനെ അങ്ങ് ഒതുക്കിക്കളയാമെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇല്ലാവചനങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ആരെങ്കിലുമൊക്കെ വിളിച്ചിരുത്തി സംസാരിച്ചാലും പുല്ലേ മാത്രം എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.